Hi guys, welcome to the DOPA live session. So, audio, video, okay le? Is the audio and video fine guys? Hi. Hi everyone. Hi, good evening. അപ്പോൾ റെഡിയാണ്, എല്ലാം കാര്യങ്ങളെല്ലാം റെഡിയാണല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ലൈവ് സീരീസിലെ കലാശക്കൊട്ട് സീരീസിലെ രണ്ടാമത്തെ സെഷനാണ്. നമ്മൾ ആദ്യത്തെ സെഷനിൽ ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്സിലെ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷൻ ആൻഡ് സർക്കുലർ മോഷൻ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷനും സർക്കുലർ മോഷനും. അപ്പോൾ റൊട്ടേഷനും സർക്കുലർ മോഷനും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. ബേസിക്കലി റൊട്ടേഷനും സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? റൊട്ടേഷൻ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെക്കാനിക്സിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ? ഹായ് എവരി വൺ. അപ്പം റൊട്ടേഷൻ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. പക്ഷേ റൊട്ടേഷൻ സർക്കുലർ മോഷനിലും ഒരു സർക്കിളിലാണ് മോഷൻസ് നടക്കുക. അപ്പോൾ സർക്കുലർ മോഷൻ നമ്മൾ 2 ഡയമെൻഷനിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റർ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റർ ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആസ് മോഷൻ ഒക്കേഴ്സ് ഇൻ ദി സർക്കിൾ അവർ രണ്ടും തമ്മിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇതും നമുക്ക് ഒരുമിച്ച് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സുഖമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കുലർ മോഷൻ ഇപ്പോൾ സാധാരണ സമയത്ത് നമ്മൾ 2 ഡയമെൻഷൻ എടുക്കുമ്പം ലോസ് ഓഫ് മോഷൻ എടുക്കുന്നതിന് മുമ്പാണ് സ്വാഭാവികമായിട്ടും 2 ഡയമെൻഷൻ എടുക്കുക. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ മോഷൻ ഡിസ്കസ് ചെയ്യുമ്പം ടെൻഷൻ എന്നുള്ളൊരു സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ബേസിക്കലി നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് ലോസ് ഓഫ് മോഷനിലാണ്. ഓക്കെ, ടെൻഷൻ എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത് ലോസ് ഓഫ് മോഷനിലാണ്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യാണ്ട് സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദിസ് സ്റ്റേജ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ +2 വരെ ഫുൾ പഠിച്ചു, +1 +2 മൊത്തം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റ്സും അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ബിഫോർ സ്റ്റാർട്ടിങ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോപ്പയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് പുതുതായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പയുടെ റീഡിംഗ് റൂം തന്നെയാണ്. 24/7 റീഡിംഗ് റൂം തന്നെയാണ് നമ്മുടെ. അപ്പോൾ ഈ 24/7 റീഡിംഗ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം വൈഫൈ കണക്റ്റഡ്, അതായത് നിങ്ങൾക്ക് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വൈഫൈയും കാര്യങ്ങളും എല്ലാം ആക്സസ് വെച്ചിട്ട് നമ്മളിവിടെ നിങ്ങളുടെ മെൻറ്റേഴ്സ് ഉണ്ടാവും, നമ്മൾ ഫാക്കൽറ്റീസ് ഉണ്ടാവും, നമ്മളെല്ലാവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോളർഷിപ്പിൻ്റെയും കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ടാവും. അതായത് റിപ്പീറ്റേഴ്സിൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ സ്കോളർഷിപ്പിൻ്റെ നിങ്ങളുടെ +2 മാർക്ക് വെച്ചിട്ടുള്ള ബേസിസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സ്കോളർഷിപ്പിന് വരുന്ന ക്രൈറ്റീരിയാസാണിത്. കൂടാണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു 1 മന്ത് ഫ്രീ ട്രയൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 മന്ത് ഫ്രീ ട്രയൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ഫ്യൂച്ചർ സബ്സ്ക്രിപ്ഷൻ നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഡിസ്കഷനിലോട്ട് പോകാം അല്ലേ? നമുക്ക് നമ്മുടെ ഡിസ്കഷനിലോട്ട് പോകാം. അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. റൊട്ടേഷൻ ആൻഡ് സർക്കുലർ മോഷൻ. ഓക്കെ, റിപ്പീറ്റേഴ്സ് ക്ലാസ് ലൈവ് ആണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് റിപ്പീറ്റേഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. റെക്കോർഡഡ് സെഷൻസ് കൂടാണ്ട് അതിന് എക്സ്ട്രാ ലൈവ്സും ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് 600 hours അറൗണ്ട് 3 സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അറൗണ്ട് 600 hours വരുന്ന ലൈവ് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ടാവും ഓരോ ചാപ്റ്റർ വൈസ്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഓരോ സമയത്തും ലൈവ് സെഷൻസും ഉണ്ടാവും. ഓക്കെ, ലൈവ് സെഷൻസും ഉണ്ടാവും. സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട് ദി സെഷൻ. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പണ്ടത്തെ സ്ട്രാറ്റജി തന്നെയാണ്. പ്യുവർലി കോൺസെപ്റ്റൽ ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഏറ്റവും ബേസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് മുകളിലോട്ട് കയറി പോയാൽ മതി അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റൈൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അറിയോ? ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു കാര്യം ഒരു 4ാം ക്ലാസ്സുകാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ സംഭവം മനസ്സിലായിട്ടില്ലാണ്.
ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു 4ാം ക്ലാസ്സുകാരന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ 4ാം ക്ലാസ്, ഇപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സുകാരന് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 4ാം ക്ലാസ്സുകാർക്ക് ടെൻഷൻ എന്താ, അപ്പോൾ നമുക്ക് ടെൻഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. വെയിറ്റ് എന്താ, അപ്പം അങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യം പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. മാത്രമല്ല റൊട്ടേഷൻ എന്ന് പറഞ്ഞ പോലെ തിയറി നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. തിയറി കാരണം ഒന്നാമത്തെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയറി റൊട്ടേഷൻ ഞാൻ തന്നെ നിങ്ങൾക്ക് 2 തവണ എടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പം പിന്നെ തിയറി നിങ്ങൾക്ക് വെരി വെൽ നന്നായിട്ട് അറിയാം, അതെനിക്ക് മനസ്സിലായി. തിയറി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തിയറിയിലോട്ട് നമ്മൾ അധികം പോവില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സർക്കുലർ മോഷൻ്റെയും റൊട്ടേഷൻ്റെയും ബേസിക് കോൺസെപ്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സർക്കുലർ മോഷൻ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, സർക്കുലർ മോഷൻ വെച്ചിട്ട് തുടങ്ങാം, എന്നിട്ട് നമുക്ക് റൊട്ടേഷനിലോട്ട് പോകാം. സോ ഇഫ് എവറിത്തിങ് ഈസ് ഫൈൻ ടിൽ നൗ, ഇതുവരെ എല്ലാം ഓക്കെ ആണ്, എല്ലാവരും ഒരു ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ പ്രോപ്പറിലോട്ട് പോകാം. എന്തെങ്കിലും കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഉണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ, എൻ്റെ മുമ്പ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ആൻസർ പറയാം, ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തിയ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെയാണോ അവസാനം പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഓക്കെ, നോക്കുക. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 2 meter വിത്ത് യൂണിഫോം സ്പീഡ് ഓഫ് 5 meter per second. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വെൻ ദി പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ് ഹാഫ് ഓഫ് ദി റെവല്യൂഷൻ? അപ്പോൾ ഇനിയൊരു കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മുടെ മുമ്പിൽ റൊട്ടേഷൻ ഇല്ല, സർക്കുലർ മോഷൻ ഇല്ല, ആ ചാപ്റ്റർ ഇല്ല, ഒന്നുമില്ല. ഇനി നമ്മൾ മൊത്തം പറയാൻ പോകുന്നത് മെക്കാനിക്സ് ആണ്. ഓക്കെ, മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, ഇഫ് 2 vectors are equal, if 2 vectors are equal then their sum is given as 2a cos theta by 2. അത് നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്തിരുന്നു എങ്ങനെയാണ് 2a cos theta by 2 ആയത്. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, if 2 vectors are equal then their difference is 2a sin theta by 2. if 2 vectors are equal then their difference can be given as 2a sin theta by 2. ഈ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ അന്ന് പറഞ്ഞിരുന്നു കുറച്ച് പേർക്ക് എന്താ അറിയില്ല, ഈ ഇക്വേഷൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷൻ. സോ ഈ ക്വസ്റ്റൻ നോക്കുക. പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 2 meter വിത്ത് യൂണിഫോം സ്പീഡ് ഓഫ് 5 meter per second. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വെൻ ദി പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ് ഹാഫ് ഓഫ് ദി റെവല്യൂഷൻ? സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ്? ഫസ്റ്റ് ഇവിടെ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. അതായത് ഇവിടെ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇതാണ് ആ സർക്കിള്, ആ പാർട്ടിക്കിൾ ഇവിടെ ഒരു വെലോസിറ്റി വീൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു വെലോസിറ്റി വീല് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പോയിന്റിലെത്തി. അതായത് ഡയമീറ്റർ ഒരുപാട് ഒരു ബി എന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ബി ആണോ കറക്റ്റ് ആൻസർ? നൻസിയാസി ബി എന്ന് പറയുന്നുണ്ട്, അരുണിമാർ ബി എന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. സോ ഈ പാർട്ടിക്കിൾ എൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ തുടങ്ങി. എന്നിട്ട് ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യണം. ഒറ്റ സെക്കൻഡ്.
ഓക്കെ 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 നോക്കുക. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ തുടങ്ങി എ എന്നുള്ള പോയിന്റിലാണ് തുടങ്ങിയെന്ന് വിചാരിക്കാം. എ എന്നുള്ള പോയിന്റിൽ തുടങ്ങിയിട്ട് അത് ബി എന്നുള്ള പോയിന്റിലെത്തി. ഓക്കെ, ബി എന്നുള്ള പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക. അറ്റ് ദി പോയിന്റ് എ വെലോസിറ്റി വി ആണ്, അറ്റ് ദി പോയിന്റ് ബി ഓൾസോ ദി വെലോസിറ്റി സെയിം ആണ്. രണ്ട് സ്ഥലത്തും യൂണിഫോം സ്പീഡാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തും വെലോസിറ്റി സെയിം ആണ്. രണ്ട് സ്ഥലത്തും വെലോസിറ്റിൻ്റെ എന്ത് സെയിം ആണ്? വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, എ സി റെഡി ആയെന്ന് ചോദിക്കട്ടെ. എ സി റെഡി ആയി, എ സി ഓൺ ആവുന്നില്ലെന്ന്. ഇപ്പോൾ ഓണായി കിട്ടി, നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾ 180 ഡിഗ്രി കറങ്ങിയിട്ട് ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റിൽ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് സ്റ്റിൽ 5 മീറ്റർ പെർ സെക്കൻഡ്, ബട്ട് ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഹാസ് ചേഞ്ച്ഡ്. സോ ഈവൻ ദോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്, ദർ വിൽ ബി എ ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്തുകൊണ്ടാണ് ആ ചേഞ്ച് ഇൻ വെലോസിറ്റി? ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. ഇവിടെ എത്തുമ്പോൾ ഈ പാർട്ടിക്കിൾ, ഇവിടെ നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ എവിടെയായിരുന്നു? ഇങ്ങോട്ടാണ് ഇതിൻ്റെ വെലോസിറ്റി. മുകളിലോട്ട് എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങോട്ടായി? ഇങ്ങോട്ടായി. ഓക്കെ, സോ ഇത് രണ്ടും എന്താണ്? ബട്ട് ബോത്ത് ഓഫ് ദെം ആർ ദർ ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി, ഓർ ബോത്ത് ഓഫ് ദെം ആർ ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടിനും 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്? ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണ്. ഓക്കെ, ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണ്. ഇനി ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ എനിക്കിതിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ വെക്ടർ എ, ഇതിനെ വെക്ടർ ബി എന്ന് ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ എ മൈനസ് ബി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. എ മൈനസ് ബി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ വെക്ടർ എൻ്റെയും വെക്ടർ ബീൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് വെക്ടർ എൻ്റെയും വെക്ടർ ബീൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി വിൽ ബി 2v sin theta by 2. ചേഞ്ച് ഓഫ് വെലോസിറ്റി വിൽ ബി 2v sin theta by 2. ഇവിടെ എത്രയാണ് തീറ്റ? ഇവിടെ എത്രയാണ് തീറ്റ? രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? ഇതാണ് ഫസ്റ്റ് വെക്ടർ, ഇതാണ് സെക്കൻഡ് വെക്ടർ. ഓക്കെ, ഇവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? 180 ഡിഗ്രി. ഇവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, വെലോസിറ്റി വെക്ടർ ആക്ച്വലി നമ്മൾ വരക്കുകയാണെങ്കിൽ അത് റേഡിയസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും വെലോസിറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും രണ്ടും ആംഗിൾ ഡിഫറൻസ് വരെ സെയിം ആണ്. അപ്പോൾ ഈ വെക്ടർ എയും ഈ വെക്ടർ ബിയും അതാണ് അതിൻ്റെ വെലോസിറ്റി വെക്ടേഴ്സ്. ഞാൻ ആദ്യം കാണിച്ചത് ഇതിൻ്റെ റേഡിയസ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഏത് രണ്ട് വെക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിലും എ ഇങ്ങോട്ടാണ് ബി ഇങ്ങോട്ടാണ്, അപ്പോഴും അവർ നമ്മൾ ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ ഐ ക്യാൻ റൈറ്റ് ആസ് 2v ഇൻറ്റു സൈൻ ഇൻറ്റു 180/2, ദാറ്റ് ഈസ് sin 90. ഇവിടെ വി എത്രയാണ്? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. sin 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ ആൻസർ വിൽ ബി 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ വിൽ ബി 10 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? 180 ഡിഗ്രിയാണ്, എല്ലാവരും പറയുന്ന പോലെ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇങ്ങനത്തെ ഈക്വൽ വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് കാണേണ്ട ആവശ്യം നിങ്ങൾക്ക് പല സമയങ്ങളിൽ വരും. ഈക്വൽ വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് കാണേണ്ട ആവശ്യം നിങ്ങൾക്ക് പല സമയങ്ങളിൽ വരും. അപ്പോൾ അങ്ങനത്തെ എല്ലാ സമയങ്ങളിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. 2a sin theta by 2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. നമ്മൾ ഓരോ തവണയും അത് ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഓരോ തവണയും √(a² + b² - 2ab cos θ എന്ന് എഴുതാൻ നിൽക്കരുത്. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആൻസർ സിമ്പിളാണ്. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഗിവ് മീ എ ക്വിക്ക് ഫീഡ്ബാക്ക്. ഓക്കെ, ഓരോ ഫീഡ്ബാക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. സോ ഈസ് ഇറ്റ് ക്ലിയർ? 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട അവസരങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, 2a cos θ by 2 എന്നുള്ളത് രണ്ട് ഈക്വൽ വെക്ടേഴ്സിൻ്റെ സമ്മാണ്. 2a sin θ by 2 എന്നുള്ളത് രണ്ട് ഈക്വൽ വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. നോക്കുക. എ ബക്കറ്റ് tied at the end of a 1.6 meter long string is whirled in a vertical circle with constant speed. What should be the minimum speed so that the water from the bucket does not spill when the bucket is at the highest point? അപ്പോൾ ഇതാണ് ഒരു നീറ്റിന് ചോദിക്കുന്ന ടിപ്പിക്കൽ സർക്കുലർ മോഷൻ ക്വസ്റ്റ്യൻ. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള സർക്കുലർ മോഷന് നീറ്റിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സർക്കുലർ മോഷനെ കുറിച്ച് ബേസിക് ആയിട്ട് 2-3 കാര്യങ്ങൾ പറയാം. ഓക്കെ, സർക്കുലർ മോഷനെ കുറിച്ച് ബേസിക് ആയിട്ട് 2-3 കാര്യങ്ങൾ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഫാത്തിമ 1 2 3 പറയുന്നുണ്ട്, ട്രിക്സ് പറഞ്ഞുതരുന്നത്. ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഒരു ബേസിക് ആയിട്ട് സർക്കുലർ മോഷൻ കാണിക്കുകയാണ് ഞാൻ. ഓക്കെ, നോക്കുക. ഇതാണ് സർക്കിള്. സോ
അത് ലോക്കൽ സർക്കിളല്ലേ, ഇതാണ് ആ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സർക്കുലർ മോഷനിൽ ഞാൻ ഒരു മാസ്, അതായത് ഒരു പെൻഡുലം പോലത്തെ ഒരു സ്ട്രിങ്ങിൽ ഒരു മാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു സ്ട്രിങ്ങിൽ ഒരു മാസ് വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. സോ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ സ്മോൾ മാസിൻ്റെ സ്മോൾ എം എന്ന് വിചാരിക്കുക. ഈ മാസിൻ്റെ ക്യാപിറ്റൽ എം, ഈ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിലെ ആ ബോബിൻ്റെ മാസ് സ്മോൾ എം എന്ന് വിചാരിക്കുക. ഇതിൻ്റെ റേഡിയസ് ആറാന്ന് വിചാരിക്കുക. നമ്മൾ ഹെൽഡ് ചെയ്തിരിക്കുന്ന ആ സ്ട്രിങ്ങിൻ്റെ റേഡിയസ് ആറാന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ സർക്കുലർ മോഷനിൽ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മോഷൻ സർക്കുലർ മോഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോഴ്സാണ് ഈ ബോഡിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുക? ഈ ബോഡിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയായിരിക്കും നോക്കാം. ഈ ബോഡിൻ്റെ പുറത്ത് എന്തായാലും നമ്മൾ ഒരു സ്ട്രിങ്ങിൽ ഒരു മാസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സ്ട്രിങ്ങിൽ മാസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ദർ വിൽ ബി number one there will be a tension, which is always a pulling force. There will be a tension which is always a pulling force. ഓക്കെ, ഇനി അത് കൂടാണ്ട് രണ്ടാമത്തെ കാര്യം ഇതിന് ഈ പോയിന്റിൽ താഴോട്ട് എന്തുണ്ടാവും, ഈ ബോഡിയുടെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫോഴ്സ്. താഴോട്ട് എന്തുണ്ടാവും, ഈ ബോഡിയുടെ വെയിറ്റ് ഉണ്ടാവും. അതാണെന്ത്, mg. ഓക്കെ, മൂന്നാമത് ഏതൊരു പാർട്ടിക്കിളും, എനി പാർട്ടിക്കിൾ അണ്ടർഗോയിങ് സർക്കുലർ മോഷൻ വിൽ ബി ഹാവിങ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. എനി പാർട്ടിക്കിൾ അണ്ടർഗോയിങ് എ സർക്കുലർ മോഷൻ വിൽ ബി ഹാവിങ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, അതിനെന്തുണ്ടാവും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ടുണ്ടാവുക. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തോട്ടുണ്ടാവും. അതായത് നമ്മൾ സ്യൂഡോ ഫോഴ്സ് എന്ന് പഠിച്ചില്ലേ ലോസ് ഓഫ് മോഷനിൽ. അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ഏതൊരു ഫോഴ്സിനും നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവും. സിമിലർലി സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ്, ടെൻഷൻ പോലെ. എപ്പോഴും ഇറ്റ് ആക്ട്സ് ടുവേർഡ്സ് ദി സെൻറ്റർ. ബട്ട് അതിൻ്റെ സ്യൂഡോ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഇറ്റ് ഓൾവേസ് ആക്ട്സ് ഔട്ട്വേർഡ്സ്. അപ്പോൾ വേറെ കളർ എടുത്ത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് mg കൂടാണ്ട് പുറത്തോട്ട് ആരും കൂടി ഉണ്ടാവും, പുറത്തോട്ട് mv²/r ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ക്ലിയർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, എപ്പോഴും നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, പക്ഷേ സെൻട്രിപെറ്റൽ ഫോഴ്സ് പുള്ളിംഗ് ഫോഴ്സ് ആണ്. എന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, mv²/r പുറത്തോട്ട് എടുക്കാറ്. അത് എന്തുകൊണ്ടാണ് mv²/r പുറത്തോട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞത്, സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ സ്യൂഡോ ഫോഴ്സ് ആയ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ വേണം ഇവിടെ എഴുതാം. ഈ ഫോഴ്സ് എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ദിസ് ഫോഴ്സ് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പം ഇതാണ് ബേസിക്കലി ഒരു പാർട്ടിക്കിൾ അണ്ടർഗോയിങ് സർക്കുലർ മോഷൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സസ്. ഓക്കെ, നമ്പർ 1 വിൽ ബി ടെൻഷൻ, നമ്പർ 2 വിൽ ബി ഇറ്റ്സ് വെയിറ്റ്, ആൻഡ് നമ്പർ 3 വിൽ ബി mv²/r. ഓക്കെ, നമ്പർ 3 വിൽ ബി mv²/r. അപ്പോൾ നമ്മൾ ഈ ബേസിക് സർക്കുലർ മോഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ കാര്യത്തിലോട്ടൊന്ന് വരികയാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് സർക്കുലർ മോഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ആക്ടിങ് ഔട്ട്വേർഡ്സ്. ആൻഡ് ടെൻഷൻ will be always a pulling force. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ടെൻഷൻ will be always a pulling force. Centrifugal force will be always acting outwards. Okay, centrifugal force is always acting outwards because centripetal force is acting inwards. ഇനി മൂന്നാമത്തെ കാര്യം mg എങ്ങോട്ട് ആക്ട് ചെയ്യുക, mg acts always downwards. ഓക്കെ, mg എപ്പോഴും താഴോട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ സർക്കിളിൻ്റെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ശ്രദ്ധിക്കുക, ഈ സർക്കിളിൻ്റെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ applicable ആണ്. അതായത് ടെൻഷൻ വിൽ ബി ഓൾവേസ് പുള്ളിങ്, mg will be always acting downwards, and centrifugal force will be directed outwards. Okay, കുറച്ച് പേര് കുറച്ച് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. NCERT ഓൺലി ഇനഫ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ലാസ്റ്റിലോട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ചൊന്ന് നമുക്ക് ടോപ്പിക് വൈസ് നീങ്ങിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് NCERTയിലെ മാത്രം മതിയോ 700+ കിട്ടാൻ നീജിയിൽ 700+ എന്ന് പറയുമ്പോൾ 720 എക്സാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, ലാസ്റ്റ് നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ
ഇത്രയാണ് ഒരു ബേസിക് സർക്കുലർ മോഷൻ. ഇനി നമ്മളോട് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള കാര്യം നോക്കാം. ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു ബക്കറ്റ് ഉണ്ട്, ബക്കറ്റിൽ വെള്ളമുണ്ട്, എന്നിട്ട് നമ്മൾ അതിനൊരു സ്ട്രിങ് വെച്ചിട്ട് കറക്കുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി എന്താണ്, ഒരു സർക്കുലർ മോഷനാണ്, അപ്പം അവരുടെ കണ്ടീഷൻ എന്താ അവർ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഷുഡ് ബി ദ മിനിമം സ്പീഡ് സോ ദാറ്റ് ദി വാട്ടർ ഫ്രം ദി ബക്കറ്റ് ഡസ് നോട്ട് സ്പിൽ വെൻ ദി ബക്കറ്റ് ഇസ് അറ്റ് ദി ഹയസ്റ്റ് പൊസിഷൻ. ബക്കറ്റ് അതിൻ്റെ മാക്സിമം പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ വെള്ളം താഴോട്ട് വീഴരുത്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യം തന്നെയാണിത്. അതായത് അത്യാവശ്യം സ്പീഡ് കറക്കി കഴിഞ്ഞാൽ എന്താവില്ല, ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് കൊളാപ്സ് ആവില്ല. അപ്പോൾ നോക്കുക, അപ്പം ഇതേ സാധനം ഞാൻ ഈ സർക്കിൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇങ്ങോട്ട് മാറ്റി വരക്കാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരക്കാണ്. നോക്കുക, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് വാസ് ദിസ് പോയിന്റ് എ. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഏതാ, പോയിന്റ് ബി. അപ്പോൾ ഈ പോയിന്റ് ബിയിൽ ഈ പാർട്ടിക്കിളിന് എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാവും? പോയിന്റ് ബിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇത് സ്ട്രിങ്ങിലാണുള്ളത്. അപ്പോൾ ഒന്ന് ഈ കാര്യങ്ങൾ നോക്കുക, ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എവിടെയും എന്ത് മാർക്ക് ചെയ്യുക, ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സർക്കുലർ മോഷനിൽ ഏതൊരു പോയിന്റിലും നമ്മൾ ഫോഴ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ നോക്ക്, അപ്പം ഫസ്റ്റ് കാര്യം എന്താ, ടെൻഷൻ വിൽ ബി ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ഫോഴ്സ് ടെൻഷൻ എന്താണ്, പുള്ളിങ് ഫോഴ്സ് ആണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ എം ജി എങ്ങോട്ടാണ്, എം ജി ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇവിടെ താഴോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എം ജി. ഇനി മൂന്നാമത് ഒരാളും കൂടി ഉണ്ട് ഫോഴ്സ്, ഏതാണ് ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് ആക്ടിങ് ഔട്ട്വേർഡ്സ്. ഓക്കെ, അപ്പം ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എങ്ങനെയാണ് സംഭവിക്കുക, താഴോട്ട് ആരൊക്കെ ഉണ്ട്, ടെൻഷനുണ്ട്, എം ജി ഉണ്ട്, മുകളിൽ പുറത്തോട്ട് ആരുണ്ട്, mv²/r ഉണ്ട്. ഇനി നമ്മുടെ ഈ പറഞ്ഞ സ്പെസിഫിക് കണ്ടീഷനിൽ അവർ പറഞ്ഞിട്ടുള്ള എന്താണ്, വെള്ളം താഴോട്ട് വീഴരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു സർക്കുലർ മോഷൻ കാണിച്ചു തരാം. നോക്ക് ഒരു സർക്കുലർ മോഷൻ കാണിച്ചു തരാം. അതായത് ഞാനിപ്പം ഇതാണ് നമ്മുടെ മാസ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മാസിനെ ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഇതെന്ത് ആവുന്നുണ്ട്, ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റും കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് ടോപ്പ് മോസ്റ്റ് പോയിന്റും കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പാർട്ടിക്കിൾ തിരിച്ചു വരുന്നുണ്ട്. നേരെ മറിച്ച് ഞാൻ അത് ചെറിയൊരു വെലോസിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടം വരെ എത്തിയിട്ട് ഇത് കൊളാപ്സ് ആയി തിരിച്ചു വന്നു, കുറച്ചങ്ങ് കയറിയിട്ട് ഇത് കൊളാപ്സ് ആയി തിരിച്ചു വന്നു. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഐ എം ഗിവിംഗ് അറ്റ് ദി ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇസ് നോട്ട് സഫീഷ്യൻറ്റ് ടു ദിസ് പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് ദി സർക്കിൾ. ഓക്കെ, ഞാൻ ഏറ്റവും താഴെ കൊടുക്കുന്ന വെലോസിറ്റി എന്തല്ല, ഈ പാർട്ടിക്കിളുടെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്ര സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പാർട്ടിക്കിൾ എന്താവാത്തത്, കംപ്ലീറ്റ് ആവാത്തത്. അതിനർത്ഥം ഈ പാർട്ടിക്കിൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഈ വയറിലുള്ള ടെൻഷൻ മെയിൻറ്റെയിൻഡ് ആണ്. ഈ പാർട്ടിക്കിൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാത്ത അവസ്ഥ, ഇങ്ങനത്തെ അവസ്ഥകളിൽ ഈ മാക്സിമം എത്തുന്ന ഈ പോയിന്റിൽ ഈ ടെൻഷൻ 0 ആയി പോകും. മാക്സിമം എത്തുന്ന പോയിന്റിൽ തന്നെ ടെൻഷൻ 0 ആയി പോകും. അപ്പോൾ എന്താവും, ടെൻഷൻ 0 ആകുമ്പോൾ പാർട്ടിക്കിളിന് സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൊളാപ്സ് ചെയ്ത് താഴെ വീഴും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ടു കംപ്ലീറ്റ് എ സർക്കുലർ മോഷൻ നമ്മുടെ എക്സ്ട്രീം കണ്ടീഷൻ എന്താ, നമ്മുടെ എക്സ്ട്രീം കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ, അതായത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വേണമെങ്കിൽ അവിടെ മാത്രം ടെൻഷൻ 0 ആവാം. അതിന് മുന്നിൽ ഒറ്റ പോയിന്റിലും ടെൻഷൻ 0 ആവരുത്. അപ്പോൾ ഞാൻ ഈ പോയിന്റിനെ സി എന്ന് വിളിക്കുകയാണെങ്കിൽ അറ്റ് പോയിന്റ് സി ടെൻഷൻ ക്യാൻ ബി 0. അറ്റ് പോയിന്റ് സി ഓൺലി. If the tension becomes 0 at any point before C, the object will collapse, അല്ലെങ്കിൽ the motion will collapse. അതൊരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ആവില്ല, അതെന്ത് ചെയ്യും, താഴോട്ട് വീഴും. അപ്പം ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മാത്രം എന്താവാം, അതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് മൊത്തം സർക്കുലർ മോഷൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യനിൽ പോലും ഞാൻ അത്ര ഒരുപാട് തിയറി പറയുന്നത്. ഓക്കെ, സോ അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മാത്രം എന്താവാം, ടെൻഷൻ 0 ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യാം, സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് സർക്കുലർ മോഷൻ്റെ ബേസ്. ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? പെട്ടെന്ന് പറ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സർക്കുലർ മോഷൻ ബിൽഡ് ചെയ്ത് പോകുന്നത്. യെസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്.
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സോ അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മാത്രം ടെൻഷൻ സീറോ ആവുക. അതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും പോയിന്റിൽ ടെൻഷൻ സീറോ ആയി കഴിഞ്ഞാൽ പാർട്ടിക്കിൾ കൊളാപ്സ് ആയി വീഴും. സോ അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇഫ് ടെൻഷൻ ഇസ് ഈക്വൽ ടു സീറോ, പിന്നെ ആരാ ബാക്കിയുള്ളത് അവിടെ? താഴോട്ട് mg ഉണ്ട്, മുകളിലോട്ട് ആരുണ്ട്? mv²/r ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഈ മുകളിലോട്ടുള്ള mv²/r ഇസ് ഈക്വൽ ടു mg എന്ന് കൊടുക്കാം. mv²/r ഇസ് ഈക്വൽ ടു mg എന്ന് കൊടുക്കാം. ഓക്കെ, mv²/r ഇസ് ഈക്വൽ ടു mg എന്ന് കൊടുക്കാം. അപ്പം ഈ എമ്മും കട്ടായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? v ഇസ് ഈക്വൽ ടു √rg. ഓക്കെ, അപ്പം ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി √rg മിനിമം √rg എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ സീറോ എന്ന് കൊടുത്തപ്പോൾ കിട്ടിയ കണ്ടീഷനാണിത്. ടെൻഷൻ സീറോ ആവണമെന്നില്ല, ടെൻഷൻ സീറോയിൽ എത്ര കൂടുതലാണെങ്കിലും ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ അറ്റ്ലീസ്റ്റ് ടെൻഷൻ സീറോ ആവണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് വെലോസിറ്റി ഷുഡ് ബി √rg അറ്റ് ദി പോയിന്റ് സി. അറ്റ്ലീസ്റ്റ് വെലോസിറ്റി ഷുഡ് ബി √rg അറ്റ് ദി പോയിന്റ് സി. ഓക്കെ, അപ്പോൾ ഇനി ഈ ക്വസ്റ്റനിലോട്ട് തിരിച്ചു വന്നേ. അപ്പം വെള്ളം വീഴരുതെങ്കിൽ അത് സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൊളാപ്സ് ആയി പോകും. അപ്പോൾ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്ര ആയിരിക്കണം? അവിടുത്തെ വെലോസിറ്റി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് v ഇസ് ഈക്വൽ ടു √rg. ഇവിടെ r എത്രയാണ്? സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 1.6 ആണ്, g 10 ആണ്, ദാറ്റ് ഈസ് √16. ദാറ്റ് മീൻസ് 4 m/s. സോ അറ്റ്ലീസ്റ്റ് 4 m/s എങ്കിലും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അറ്റ്ലീസ്റ്റ് 4 m/s എങ്കിലും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ആ പാർട്ടിക്കിൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? ആ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ v ഇസ് ഈക്വൽ ടു √rg എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് എങ്ങനെ വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഫുൾ ട്രിക്സ് ആയിരിക്കും. അപ്പോൾ ട്രിക്സിന് മുന്നേ ശരിക്കും സർക്കുലർ മോഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പോയിന്റ് എയും കൂടി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോയിന്റ് എൻ്റെ ഒരുപാട് പേര് 4 m/s എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, 4 m/s എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. പാർട്ടിക്കിളിന് സി എന്നുള്ള പോയിന്റിൽ √rg എന്നുള്ള വെലോസിറ്റി ഉണ്ടെങ്കിൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് അടുത്തത് അറിയേണ്ടത് പാർട്ടിക്കിളിന് സിയിലുള്ള പോയിന്റിൽ √rg എന്ന് വെലോസിറ്റി വേണമെങ്കിൽ ഞാൻ പോയിന്റ് എയിൽ അതിന് മിനിമം എത്ര വെലോസിറ്റി കൊടുക്കണം? അതായത് എവിടെ പോയി നമ്മൾ അതായത് ഈ പാർട്ടിക്കിൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ പോയിന്റിൽ √rg എന്നുള്ള വെലോസിറ്റി വരണമെങ്കിൽ ഞാൻ ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ ഇങ്ങനെയാണ് ഇത് കറങ്ങി വരിക. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റിയാണ് √rg. അപ്പോൾ ഈ താഴത്തെ പോയിന്റിൽ ഞാൻ എത്ര വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാലാണ് √rg എന്നുള്ള വെലോസിറ്റി മുകളിൽ വരിക എന്ന് അറിയാം. അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യുകയാണെന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഞാൻ അടുത്ത് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് അറ്റ് പോയിന്റ് എ. ഓക്കെ, സോ അറ്റ് പോയിന്റ് എ എനിക്കിതിൻ്റെ വെലോസിറ്റി വേണം. അപ്പം എനിക്ക് അറ്റ് പോയിന്റ് സി ഇതിൻ്റെ വെലോസിറ്റി അറിയാം. ഈ സിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ പോയിന്റ് എ വെലോസിറ്റി കാണാൻ ഏറ്റവും സുഖമുള്ള പണി എന്താ? അറ്റ് ദ പോയിന്റ് ഏറ്റവും വെലോസിറ്റി കാണാനുള്ള പണി എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് മീൻസ് പോയിന്റ് സിയിൽ ഈ ഒബ്ജക്റ്റിന് എന്തെല്ലാം ഉണ്ട്? പോയിന്റ് സിയിൽ ഈ ഒബ്ജക്റ്റിന് √rg എന്നുള്ളൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അത് കാരണം ഇതിനെന്തുണ്ടാവും? ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ദാറ്റ് വിൽ ബി ½ m × v². ഓക്കെ, ഈ v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? rg ആണ്. പ്ലസ് പോയിന്റ് സിയിൽ ഇതിനെന്തുണ്ട്? പോയിന്റ് സിയിൽ ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg × h. ഇവിടുത്തെ h എത്രയാണ്? h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് അല്ലേ. സോ mg × 2r ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി കൈനറ്റിക് എനർജി അറ്റ് ദി പോയിന്റ് എ. അപ്പം ½ ദിസ് ഈസ് ½ mvc². സോ √5rg എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ √5rg എന്നുള്ളത് കറക്റ്റാണ്. ആ കറക്റ്റ് ആൻസർ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ടു കംപ്ലീറ്റ് സർക്കുലർ മോഷൻ ദി മിനിമം വെലോസിറ്റി ദാറ്റ് ഷുഡ് ബി ഗിവൻ അറ്റ് ദി ബോട്ടം മോസ്റ്റ് പോയിന്റ് ഈസ് √5rg. അപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ½ mv² പ്ലസ് mg × 2r ഇസ് ഈക്വൽ ടു ½ mva². സോ ഇതിനകത്ത് ½ × m × vc എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടി? rg ആണ്. കാരണം vc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √rg ആണ്. vc² എന്ന് പറയുമ്പോൾ rg ആവും. പ്ലസ് mg × 2r ഇസ് ഈക്വൽ ടു ½ mva². ഓക്കെ, എമ്മും പോയി. ഓക്കെ, 3 എമ്മുകൾ പോയി. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 2rg പ്ലസ് ½ rg. അതെത്രയാണ്? അത് 5/2rg. 5/2rg ഇസ് ഈക്വൽ ടു
വി എ സ്ക്വയർ ബൈ 2 2ഉം 2ഉം പോയി ബാക്കി ആരാ ഉള്ളത് വി എ ഈസ് ഈക്വൽ ടു √5 RG വി എ ഈസ് ഈക്വൽ ടു √5 RG. സോ ഇങ്ങനെയാണ് നമ്മൾ സർക്കുലർ മോഷൻ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു. സർക്കുലർ മോഷനിൽ ടെൻഷൻ വരുന്നത് എങ്ങനെയാണ്, സർക്കുലർ മോഷനിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓക്കെ, സർക്കുലർ മോഷനിൽ ടെൻഷൻ വരുന്നത് എങ്ങനെയാണ്, സർക്കുലർ മോഷനിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ വി എ ഈസ് ഈക്വൽ ടു √5 RG എന്ന് കിട്ടി. അപ്പോൾ മിനിമം √5 RG എന്നുള്ള വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ, ആ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അറ്റ് ദി ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇറ്റ് ഷുഡ് ഹാവ് എ വെലോസിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് √5 RG. ഇനി ഈ √5 RG എന്നുള്ള വെലോസിറ്റി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇറ്റ് വിൽ ബി ഹാവിങ് എ വെലോസിറ്റി ഓഫ് √RG. സോ ഇനി ഞാൻ കൺസിഡർ ചെയ്യാണ് ഒറ്റ കേസും കൂടി, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതാണ് അടുത്ത സർക്കിള്, ഇതാണ് ആ പാർട്ടിക്കിള്, ഇത് ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കുക, ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ തീറ്റ എന്നുള്ള ആംഗിളിൽ ഇതിൻ്റെ വെലോസിറ്റി, സോ ഫോർ ദി പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് ദി സർക്കിൾ വെലോസിറ്റി അറ്റ് എനി പോയിന്റ് വിച്ച് സബ്റ്റൻസ് എൻ ആംഗിൾ ഓഫ് തീറ്റ. ഒന്നും കൂടി പറയാം, ഈ പാർട്ടിക്കിൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ at any angle theta, the object in the velocity can be given as v is equal to √3RG plus 2RG cos theta. v is equal to √3RG plus 2RG cos theta. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, എങ്ങനെ വരുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു ആംഗിൾ തീറ്റ എടുക്കും, അവിടുന്ന് ടെൻഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, ടി കോസ് തീറ്റ ടി സൈൻ തീറ്റ എന്നെല്ലാം പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മൾ ഫൈനൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണിത്. ഇത് ചെയ്ത പോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും നമ്മളൊരു ബേസിക് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുക, ഫൈനൽ ഇതിലോട്ട് എത്തുക. ഓക്കെ, പക്ഷേ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, അപ്പോൾ വെറുതെ നമ്മൾ സമയം കളയുന്നില്ല. ഫോർ ദി ടൈം ബീയിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, for a particle to complete circular motion, it should have at any angle theta, it should have a velocity √3RG plus 2RG cos theta. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ട് അല്ലേ, ഒന്ന് ഇവിടെ എ, ഒന്ന് ഇവിടെ സി. ഇവിടെ എയിൽ എത്രയാണ് തീറ്റ, എയിൽ തീറ്റ is 0, theta is equal to 0, which implies 3RG plus 2RG cos theta, cos 0 is 1, that means √3RG plus 2RG, that becomes √5RG. ഓക്കെ, നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നോക്കുകയാണ്. ഇനി സിയിൽ തീറ്റ എത്രയാണ്, തീറ്റ 180 ഡിഗ്രി, which implies √3RG plus 2RG cos 180, cos 180 is -1, so it becomes 3RG minus 2RG, that is √RG. ഓക്കെ, ഇനി ഈ പോയിന്റ് നോക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക, അറ്റ് പോയിന്റ് ബി ഇതിൻ്റെ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. സോ cos 90 is 0, so the velocity becomes √3RG. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഏത് ആംഗിളിലും കാണാം. സോ ഫോർ ദി പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് സർക്കുലർ മോഷൻ വെലോസിറ്റി അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ്, അതാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇതെന്തിനാണ് നിങ്ങൾക്ക് ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് ഓരോ സമയം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ഇതുപോലെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയോ അല്ലെങ്കിൽ ഒരു ഫോഴ്സിൻ്റെ കാര്യം വല്ലോ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്താൽ പോരെ. പക്ഷേ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യനും തുടങ്ങപ്പെടുന്നതാണ്. അതായത് ഒരു പാർട്ടിക്കിളുടെ കാര്യം പറഞ്ഞിട്ട്, അതായത് √5RG ആണ് എൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ നിന്നുള്ള വെലോസിറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം അത് ഡിറൈവ് ചെയ്യേണ്ടി വരും. പല ക്വസ്റ്റ്യൻസിൻ്റെ അത് ആ കൺസെപ്റ്റും കൂടി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ തുടക്കം മുതൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഞാൻ സാധാരണ നിങ്ങൾ നോട്ട്സിലോ ചിലപ്പോൾ ടെക്സ്റ്റിലോ ഇത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഞാൻ പണ്ട് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചു വെച്ചൊരു ഇക്വേഷൻ ആയിരുന്നു, ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് വെരി യൂസ്ഫുൾ. അതുകൊണ്ട് ഞാനത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം പല ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പകുതി സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, ബാക്കി നമുക്ക് അവിടുന്ന് ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണ്. ഇതാണ് ഒരു ബേസിക് സർക്കുലർ മോഷൻ, ആയിട്ടുള്ളൊരു സർക്കുലർ മോഷൻ. അപ്പം ഇത്രയും കോൺസെപ്റ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ക്ലിയർ ആണല്ലേ? ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നോക്കാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്കി നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 1 kg stone at the end of 1 meter long string is whirled in a vertical circle at constant speed of 4 meter per second. The tension in the string is 6 Newton when the stone is set. അപ്പം സർക്കുലർ മോഷൻ ഇതുവരെയുള്ള കോൺസെപ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങളിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വെക്കുക. ടെൻഷൻ ഇസ് ഓൾവേസ് എ പുള്ളിംഗ് ഫോഴ്സ്. സർക്കുലർ മോഷനിൽ മാത്രമാണോ? അല്ല, എവിടെ പഠിക്കുകയാണെങ്കിലും ടെൻഷൻ വിൽ ബി ഓൾവേസ് എ പുള്ളിംഗ് ഫോഴ്സ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം വെയിറ്റ്. അത് നമുക്കറിയാം, വെയിറ്റ് എപ്പോഴും താഴോട്ടാണ് ആക്ട് ചെയ്യുക. ആസിയ ചോദിക്കുന്നുണ്ട്, എല്ലാ സർക്കുലർ മോഷനിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. എല്ലാ സർക്കുലർ മോഷനിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. കാരണം എന്താ? എല്ലാ സർക്കുലർ മോഷനിലും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ചിട്ട് എല്ലാ സർക്കുലർ മോഷനിലും എന്തുണ്ടാവും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യരുത്? സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൂടി ഒരുമിച്ച് കൺസിഡർ ചെയ്യരുത് ഒരു ക്വസ്റ്റനിൽ. ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റൻ ചെയ്തില്ലേ, നമ്മൾ ഈ ക്വസ്റ്റനിൽ എന്ത് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൺസിഡർ ചെയ്താൽ പിന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൺസിഡർ ചെയ്താൽ അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോകും. അതിലേതെങ്കിലും ഒന്നേ എടുക്കാൻ പാടുള്ളൂ പ്രോബ്ലം സോൾവിംഗ് പർപ്പസിന്. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റൻ നോക്കി. ഈ ക്വസ്റ്റൻ പെട്ടെന്ന് എഴുതാം. 1 kg stone at the end of 1 meter long string is whirled in a vertical circle at constant speed of 4 meter per second. The tension in the string is 6 Newton when the stone is set. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്താ ടോപ്പ് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നുണ്ട് 2 പേര്. നമുക്ക് നോക്കാം ടോപ്പ് ഓഫ് ദി സർക്കിൾ ആണെന്ന്. അപ്പം നിങ്ങളെല്ലാവരും ആലോചിച്ച് വെക്കുക, സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ്സ് വെച്ചിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നമ്മൾ സർക്കിൾ വീണ്ടും വരക്കുകയാണ്. മെക്കാനിക്സിലെ ഏതൊരു പ്രോബ്ലത്തിനും നമ്മൾ ഫിഗർ വരയ്ക്കുന്ന പോലെ നമ്മൾ സർക്കിൾ വരക്കുകയാണ്. ഓക്കെ, സർക്കിൾ വരക്കുകയാണ്. സോ ഈ സർക്കിളിൽ എനിക്ക് അറിയില്ല, അതായത് ഈ ടെൻഷൻ വിൽ ബി കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. ഓക്കെ, ടെൻഷൻ എന്തായാലും കോൺസ്റ്റൻ്റ്ലി ഈ മോഷനിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മാത്രമാണെങ്കിൽ ടെൻഷൻ 0 ആവാം, അതുവരെ ടെൻഷൻ 0 ആവരുത്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞു. സോ ഞാൻ അസ്യൂം ചെയ്യാണ് ഏതോ ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൽ ടെൻഷൻ 6 ന്യൂട്ടൺ ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഏതോ ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൽ ടെൻഷൻ 6 ന്യൂട്ടൺ ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, 6 ന്യൂട്ടൺ ഞാൻ അസ്യൂം ചെയ്യാണ്. സോ നോക്കുക. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ആംഗിൾ തീറ്റ എത്രയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, നമുക്ക് ഈ ആംഗിൾ തീറ്റ എത്രയാണെന്ന് അറിയേണ്ടത്. ഞാൻ വീണ്ടും ഫോഴ്സ് മാർക്ക് ചെയ്യാണ്. ടെൻഷൻ വിച്ച് ഇസ് ഓൾവേസ് എ പുള്ളിംഗ് ഫോഴ്സ്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, 2 വെയിറ്റ് വിച്ച് ഓൾവേസ് ആക്ട് ഡൗൺവേർഡ്സ്. കണ്ടോ, എവിടെയാണ് ഒബ്ജക്റ്റെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. ഓക്കെ, എവിടെയാണ് ഒബ്ജക്റ്റെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. സോ വെയിറ്റ് വിച്ച് ഇസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, അതാണ് mg. വെയിറ്റ് വിച്ച് ഇസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം ആരാ ഉള്ളത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിച്ച് ഓൾവേസ് ആക്ട് ഔട്ട്വേർഡ്സ്. കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സ് വിൽ ബി ടുവേർഡ്സ് ദി റേഡിയസ് അല്ലെങ്കിൽ ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ, വിച്ച് മീൻസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിൽ ബി ഡയറക്റ്റഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, mg അല്ല, ദിസ് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിച്ച് ഈസ് mv²/r. Centrifugal force which is mv²/r. Okay, which is mv²/r. So if this angle is theta, this angle is also theta. അതിലാർക്കും സംശയമില്ലല്ലോ, കാരണം ഇത് മൊത്തത്തിലൊരു കണ്ടിന്യൂസ് ലൈൻ ആണ്. അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 വെർട്ടിക്കൽ ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഒരു കണ്ടിന്യൂസ് ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇതാണ് ആ കണ്ടിന്യൂസ് ലൈന്. അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എത്ര വെർട്ടിക്കൽ ലൈൻസ് വന്നു കഴിഞ്ഞാലും ദേ ഓൾ വിൽ മേക്ക് ആൻ ആംഗിൾ ഓഫ് തീറ്റ. അവരെല്ലാവരും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിളും തീറ്റയാണ്. സോ ഇഫ് ദിസ് ഇസ് mg ആൻഡ് ദിസ് ഇസ് തീറ്റ, ഡെഫിനറ്റ്ലി ദിസ് കോമ്പണൻറ്റ് ഈസ് mgയുടെ ഇങ്ങോട്ടുള്ള കോമ്പണൻറ്റ് എന്തായിരിക്കും? mgൻ്റെ ഇങ്ങോട്ടുള്ള കോമ്പണൻറ്റ് വിൽ ബി mg cos തീറ്റ. ഓക്കെ, mg sin തീറ്റ ഇങ്ങോട്ടുണ്ടാവും. അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല, കാരണം അതെനിക്ക് ആവശ്യമില്ല. സോ ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? ഇപ്പം ടി ഉള്ളിലോട്ടുണ്ട്, താഴോട്ട് എന്തൊക്കെയുണ്ട്? mv²/r mg cos തീറ്റ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പോയിന്റിനെ ഞാൻ O എന്ന് വിളിക്കുകയാണ്. സോ അറ്റ് ദി പോയിന്റ് O എനിക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ ആരൊക്കെ ഉണ്ട്? അകത്തോട്ട് ടി ഉണ്ട്. സോ ടി ഈസ് ഈക്വൽ ടു പുറത്തോട്ട് ആരൊക്കെ ഉണ്ട്? പുറത്തോട്ട് 2 ആൾക്കാരാണുള്ളത്. ഒന്ന് mv²/r ഉണ്ട്, 2 mgയുടെ ഈ ഡയറക്ഷനിലുള്ള കോമ്പണൻ്റ് ആയ mg cos തീറ്റയുണ്ട്. mv²/r ഉണ്ട്, mgയുടെ ഈ ഡയറക്ഷനിലോട്ടുള്ള കോമ്പണൻ്റ് ആയ mg cos തീറ്റയുണ്ട്.
ഓക്കെ, സോ എനിക്ക് എന്ത് ചെയ്താം, അകത്തോട്ടുള്ള ടി ഈസ് ഈക്വൽ ടു പുറത്തോട്ടുള്ള രണ്ടാൾക്കാർ ആരൊക്കെയാണ്, പുറത്തോട്ടുള്ള രണ്ടാൾക്കാർ ഒന്ന് mv²/r രണ്ട് mg cos θ. ഓക്കെ, mv²/r mg cos θ. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് ഒരു സർക്കുലർ മോഷൻ. അപ്പം സർക്കുലർ മോഷനിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർക്കിളിൽ 3 ഫോഴ്സാണ് ഉണ്ടാവുക. ഈ 3 ഫോഴ്സും നമ്മൾ പറഞ്ഞ പോലെയാണ് ആക്ട് ചെയ്യുക. ടെൻഷൻ വിച്ച് ഇസ് ഓൾവേസ് എ പുള്ളിംഗ് ഫോഴ്സ്, വെയിറ്റ് ഓൾവേസ് ആക്ട് ഡൗൺവേർഡ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൾവേസ് ആക്ട് ഔട്ട്വേർഡ്സ്. ഓക്കെ, സോ ടി ഈസ് ഈക്വൽ ടു mv²/r പ്ലസ് mg cos θ എന്ന് എഴുതാം. ഇതിൽ ടി എന്താണ്, ടി എത്രയാണ് അവർ തന്നിട്ടുണ്ട്, ടി 6 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. സോ 6 ഈസ് ഈക്വൽ ടു എം എത്രയാ, എം 1 ആണ്, ഇൻറ്റു വെലോസിറ്റി എത്രയാ, വെലോസിറ്റി 4² ദാറ്റ് ഈസ് 16 ബൈ ലെങ്ത് ഓഫ് ദിസ് സ്ട്രിങ് എത്രയാ 1 മീറ്റർ, സോ ബൈ 1 പ്ലസ് വെയിറ്റ് വീണ്ടും 1 kg ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10 cos θ. അതാണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് മീൻസ് 6 ഈസ് ഈക്വൽ ടു 16 പ്ലസ് 10 cos θ. ഓർ 6 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവും, -10 ഈസ് ഈക്വൽ ടു 10 cos θ. or cos theta is equal to -10 by 10 is -1, which implies theta is equal to 180 degree. അതായത് ഞാൻ അസ്യൂം ചെയ്തത് ഏതോ ഒരു പോയിന്റിലാണ് ടെൻഷൻ 6 ന്യൂട്ടൺ എന്ന് ഞാൻ അസ്യൂം ചെയ്തത്, ഏതോ ഒരു പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടി, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ വന്നപ്പോൾ നമുക്ക് കിട്ടി എന്ത്, 180 ഡിഗ്രി ആകുമ്പോഴാണ് ടെൻഷൻ എന്താവുന്നത്, 6 ന്യൂട്ടൺ ആവുന്നത്. അതായത് ഈ ഒബ്ജക്റ്റ് 180 ഡിഗ്രി കറങ്ങണം. 180 ഡിഗ്രി കറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങി എവിടെ എത്തണം, ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തണം. അപ്പോഴേ അതിലെ ടെൻഷൻ 6 ന്യൂട്ടൺ ആവുക. സോ ദ ആൻസർ ഈസ് 180 ഡിഗ്രി ഓർ ടോപ്പ് ഓഫ് ദി സർക്കിൾ. സോ ഇതെന്താണ്, നമുക്ക് ഈ ഒരു കാര്യം എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സിമ്പിളാണ്. ഈ ഒരു കാര്യം എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ജസ്റ്റ് ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടിയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സർക്കുലർ മോഷൻ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് mv²/r-നും ടിക്കും mgക്കും ഡയറക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു സർക്കുലർ മോഷനിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സർക്കുലർ മോഷനും സോൾവ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ സാധാരണ അവസരങ്ങളിൽ നമ്മൾ 2D ഡിസ്കസ് ചെയ്യുമ്പോൾ ടെൻഷൻ എന്താണെന്ന് കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കറക്റ്റ്. സോ ഇസ് ഇറ്റ് ക്ലിയർ? ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? സെറ്റാണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അപ്പം ഈ 3 ക്വസ്റ്റ്യൻസും വെച്ചിട്ട്, 3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മളൊരു ബേസിക് മൊത്തത്തിൽ സർക്കുലർ മോഷൻ എന്താണെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് ചോദിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഐൻസ്റ്റൈൻ പറഞ്ഞ എന്താണ്, 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവണമെന്നല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും അങ്ങനെ പഠിക്കുന്നുള്ള മെച്ചം എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ സെൻറ്റൻസ് വായിക്കുമ്പോൾ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പോൾ +1 എത്തുമ്പോഴും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ ഞാൻ പഠിച്ചു വെക്ടറിനെ കുറിച്ച് ഫസ്റ്റായിട്ട് കേൾക്കുന്നത്, അതായത് ഒന്നുമില്ല, ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് 8ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് മറ്റേ ഫിസിക്സിൻ്റെ ബുക്കിൽ, അതായത് സ്കെലാർ എന്താണ്, വെക്ടർ എന്താണ്. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു, സ്കെലാർ ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, വെക്ടർ ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ അന്ന് എനിക്ക് ഡയറക്ഷൻ എന്താണെന്ന് എനിക്കറിയാം, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിശ, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് എനിക്ക് അറിയില്ലെന്ന്. അപ്പോൾ വെക്ടർ ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, സ്കെലാർ ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ പഠിച്ചതിന് പകരം പിന്നെ വളരെ വൈകിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലക്ക് അല്ലെങ്കിൽ എനി നമ്പർ അല്ലെങ്കിൽ എനി ക്വാണ്ടിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു ടേം നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ ആ ടേം ചോദിക്കുക. അതിൽ ഒരു മോശം വിചാരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് നസ്ലാൻ. ആദ്യം പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണമെങ്കിൽ, കാരണം ആദ്യം പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ആംഗിളിലാണ് വെലോസിറ്റി ഉണ്ടാകുന്നത്, അതായത് 6 ന്യൂട്ടൺ ടെൻഷൻ 6 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പോൾ ടെൻഷൻ 6 ന്യൂട്ടൺ തരുമ്പോൾ ആ ടെൻഷൻ ഉണ്ടാകുന്ന വെലോസിറ്റി ഏതാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് ആ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3rg + 2rg cos θ എന്ന് എടുത്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തീറ്റ കിട്ടും. അങ്ങനെ ചെയ്താൽ ആൻസർ ഡെഫിനറ്റ്ലി കിട്ടും. പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പം, കാരണം ഇതിലാവുമ്പോൾ നമുക്ക് വെലോസിറ്റി കാണണ്ട, ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. ഓക്കെ സോ let's continue. Now അടുത്ത question. A loop of radius 3 meter and weighs
150 kg, it rolls along a horizontal floor so that its center of mass has a speed of 15 centimeter per second. How much work has to be done to stop it? ഞാൻ ഇന്ന് ഐൻസ്റ്റീനെ കൊണ്ട് വന്നതല്ല, അത് എനിക്ക് ഐൻസ്റ്റീൻ പറഞ്ഞതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു കോട്ടാണ്. അപ്പോൾ ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ലൂപ്പ് ഓഫ് റേഡിയസ് 3 meter and weighs 150 kg, it rolls along a horizontal floor so that its center of mass has a speed of 15 meter per second. 15 meter per second. How much work has to be done to stop it? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, how much work has to be done to stop it? സോ നോക്കുക, അടുത്ത ക്വസ്റ്റ്യനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യനിൽ സിമ്പിളാണ്. അതായത് ഒരു പാർട്ടിക്കിൾ എന്താവുന്നുണ്ട്, റോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് റോൾ ചെയ്യുന്നുണ്ട്. സോ അലോങ്സ് ഹൊറിസോണ്ടൽ ഫ്ലോ, സോ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ഹാസ് എ സ്പീഡ് ഓഫ് 15 centimeter per second. സെൻറ്റർ ഓഫ് മാസ് ഹാസ് എ സ്പീഡ് ഓഫ് 15 centimeter per second. സോ ഇവർ ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് വർക്ക് ഹാസ് ടു ബി ഡൺ ടു സ്റ്റോപ്പ് ഇറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഹൗ മച്ച് വർക്ക് ഹാസ് ടു ബി ഡൺ ടു സ്റ്റോപ്പ് ഇറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ മിനിറ്റ് ഗൈസ്, സ്ക്രീൻ വീണ്ടും പോയി. ഇതിൻ്റെ പാസ്വേഡ് എന്താ? 0 to 8 ഒറ്റ സെക്കൻഡ് ഗൈസ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് തൽക്കാലം കണ്ടിന്യൂ ചെയ്യാം. സോ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് കാണാൻ പറ്റില്ല, തൽക്കാലം കണ്ടിന്യൂ ചെയ്യാം. സോ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്യുമ്പോൾ, ഈ ഒബ്ജക്റ്റ് റോൾ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ഒബ്ജക്റ്റിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മെക്കാനിക്കൽ എനർജിയിൽ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് സർഫസിലാണ് റോൾ ചെയ്യുന്നത്, അത് സർഫസിലാണ് റോൾ ചെയ്യുന്നത്. സോ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാഫ് mv² മാത്രമാണോ? അത് ഹാഫ് mv² മാത്രമാണോ? ഹാഫ് mv² മാത്രമല്ല. കാരണം ഈ ഹാഫ് mv² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രമാണ്? ഇതിൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമാണ്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമാണ്. ഇത് കൂടാണ്ട് ഇതിനെന്തുണ്ടാവും? ഇതിന് ഹാഫ് i ω² ഉണ്ടാവും. ഹാഫ് i ω² ഉണ്ടാവും. ഹാഫ് i ω² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഹാഫ് i ω² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. ഇതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. ക്ലിയർ ആയോ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. സോ ഈ ഹാഫ് mv² പ്ലസ് ഹാഫ് i ω² ആണ് ഇതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി. ഈ ഒബ്ജക്റ്റിന് ഈ ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലാണ്ട് വേറെ എന്തെങ്കിലും എനർജി ഉണ്ടോ? വേറെ ഒരു എനർജി ഇല്ല. സോ ദി വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് കൈനറ്റിക് എനർജി. ശരിയല്ലേ? അതിന് ഇപ്പോൾ എത്ര എനർജി ഉണ്ടോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം അതിന് ഇപ്പോൾ എത്ര എനർജി ഉണ്ടോ അത്രയും വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ആ പാർട്ടിക്കിളിനെ റെസ്റ്റിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. സോ എത്ര വർക്ക്, ഹൗ മച്ച് വർക്ക് ഹാസ് ടു ബി ഡൺ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഈ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മൾ എന്ത് മാത്രം കണ്ടാൽ മതി? ഇതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. സോ ഹാഫ് mv² പ്ലസ് ഹാഫ് i ω² എന്നാണ്. ഓക്കെ, ഇതിനെ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇപ്പോൾ എന്നോട് ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ mr² എന്ന് എഴുതും. ശരിയല്ലേ? റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട്, ഞാൻ പറയുന്നത് എല്ലാം ഏതാണ്? അബൌട്ട് എൻ ആക്സിസ് വിച്ച് ഇസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സർക്കിൾ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അങ്ങനത്തെ കേസാണ് ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ റിങ്ങിന് ഞാൻ mr² എന്ന് എഴുതും. ഒരു ഡിസ്കിന് ഞാനത് mr²/2 എന്ന് എഴുതും. ഒരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഞാനത് 2/5 mr² എന്ന് എഴുതും.
ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് ഒരുപാട് അറിയാം. ഹോളോസ്ഫിയർ ആണെങ്കിൽ 2/3 ml², ഒരു റോഡാണെങ്കിൽ ml²/12, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. സോ ഇവിടെ എല്ലാം ഒരു mr² കോമൺ ഉണ്ട്. അപ്പം നമ്മൾ I is equal to mr² എന്നാണ് പറയാം. അതല്ലാണ്ട് ഈ mr² കൂടാണ്ട് ഇതിൽ കൂടെ എല്ലാത്തിലും ഓരോ ടേംസ് ഉണ്ട്. അപ്പം ഇവിടെയാണെങ്കിൽ 2, ഇവിടെയാണെങ്കിൽ 1, അതാണ് 1 ആയതുകൊണ്ട് നമ്മൾ എഴുതാനത്. ഇവിടെയാണെങ്കിൽ 1, ഇവിടെയാണെങ്കിൽ 2, ഇവിടെയാണെങ്കിൽ 2/5. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഞാൻ വിളിക്കുന്ന ഒരു പേരാണ് ബീറ്റ. അപ്പോൾ ഈ ബീറ്റ എന്നുള്ളൊരു ടേം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എഴുതുമ്പോൾ mr² കൂടെയുള്ള നമ്പറിനെയാണ് നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടി പറയാം, ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എഴുതുമ്പോൾ mr² കൂടെയുള്ള നമ്പറിനെയാണ് നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നത്. mr² കൂടെയുള്ള നമ്പറിനെയാണ് നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നത്. സോ റിങ്ങിൻ്റെ ബീറ്റ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആണ്, കാരണം അത് 1 × mr² ആണ്. ഡിസ്കിൻ്റെ ബീറ്റ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ ബീറ്റ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/5 ആണ്. ഹോളോസ്ഫിയറിൻ്റെ ബീറ്റ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/3 ആയിരിക്കും. സോ ബീറ്റ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ബീറ്റ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ റെസ്പോൺസസ് കാണാനായിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഡിസ്കിൻ്റെ ബീറ്റ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ ബീറ്റ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/5 ആണ്. ഹോളോസ്ഫിയറിൻ്റെ ബീറ്റ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/3 ആയിരിക്കും. സോ ബീറ്റ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ബീറ്റ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതെല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്വസ്റ്റനും കൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് മാറ്റും കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ക്വസ്റ്റൻസ് ഈ ചാപ്റ്ററിലെ ഇതുവരെ റൊട്ടേഷണൽ സർക്കുലർ മോഷനിലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൊത്തം തിയറീസ് ഈ 4 ക്വസ്റ്റൻ കൊണ്ട് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, സോ ബീറ്റ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ബീറ്റ എന്ന് പറയുമ്പോൾ ഓരോ സാധനത്തിൻ്റെയും നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എഴുതുമ്പോൾ mr² കൂടെ എഴുതുന്ന നമ്പറാണ്. സോ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 1/2 × mv² പ്ലസ് ഹാഫ്. ഐന് പകരം ഞാൻ എന്ത് എഴുതാണ്? ഐന് പകരം ഞാൻ ബീറ്റ mr² എന്ന് എഴുതാണ്. കാരണം ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ × mr² ആണ്. ശരിയല്ലേ? ഇവിടെ എല്ലാ കണ്ടീഷനിലും ഇവിടെ നമ്മൾ ബീറ്റ mr² 1/2 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പം mr²/2 എന്ന് കിട്ടി. ഇവിടെ ബീറ്റനെ നമ്മൾ mr² നമ്മൾ 2/5 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ 1/2 × ബീറ്റ mr² എന്നാണ്. ദാറ്റ് മീൻസ് അതാണ് ഐ. ഇനി ഒമേഗയ്ക്ക് പകരം എന്ത് ചെയ്താൽ എനിക്ക്? ഒമേഗയ്ക്ക് പകരം ഞാൻ ഇവിടെ ഈ ω² ഇവിടെ താഴോട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഇതിനെ ഒന്നും കൂടി എഴുതുകയാണ്. ദാറ്റ് ഈസ് 1/2 mv² പ്ലസ് 1/2 × ബീറ്റ mr² ഇൻറ്റു ഒമേഗയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതാണ്? ഒമേഗയ്ക്ക് പകരം ഞാൻ v/r എന്ന് എഴുതുകയാണ്. സോ v²/r². ഓക്കെ, ഒമേഗയ്ക്ക് പകരം ഞാൻ v/r എന്ന് എഴുതി, കാരണം v is equal to r omega. അപ്പോൾ ഒമേഗയ്ക്ക് പകരം v/r എന്ന് എഴുതി. ഈ r² പോയി, ഈ r² പോയി. ഇവിടെ ഞാൻ 1/2 mv² പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? 1 + ബീറ്റ. 1/2 mv² പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി 1 + ബീറ്റ ആണ് ഉണ്ടാവുക. ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 1/2 mv² ഉണ്ട്, ഇവിടെ 1/2 mv². ഈ 1/2 പുറത്ത് വന്നു, പുറത്ത് വന്നു, v² പുറത്ത് വന്നു, ബാക്കി ആരുണ്ട്? ബീറ്റ മാത്രമുണ്ട്. സോ 1/2 mv² ഇൻറ്റു 1 + ബീറ്റ എന്ന് വരും. സോ എനി പാർട്ടിക്കിൾ വിച്ച് അണ്ടർഗോസ് റോളിംഗ് it will have both translational kinetic energy and rotational kinetic energy. സോ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? ദാറ്റ് ഈസ് 1/2 mv² ഇൻറ്റു 1 + ബീറ്റ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാത്രം പറഞ്ഞുതരാം? കൈനറ്റിക് എനർജി ഇൻ റോളിംഗ് മോഷൻ ഈസ് 1/2 mv² ഇൻറ്റു 1 + ബീറ്റ എന്ന് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ കൈനറ്റിക് എനർജി 1/2 mv² ഇൻറ്റു 1 + ബീറ്റ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സുഖമാണ്. കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കാണാൻ എളുപ്പമാണ്. 1/2 mv² = എത്രയാണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വെലോസിറ്റി കാണാം. അതിന് എമ്മും ഈ 2ഉം അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി v ഉണ്ടാവും. അപ്പോൾ വിൻ്റെ റൂട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വെലോസിറ്റി കാണാം. അതുപോലെ ടൈം ഓഫ് ഡിസെൻറ്റ് കാണാം.
ഓക്കെ, അതായത് കൈനറ്റിക് എനർജി ഈ കോൺസെപ്റ്റ് എങ്ങനെ വന്നതെന്നാണ്, ഈ 1 + β എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ വന്നതെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ വെലോസിറ്റിയും ടൈം ഓഫ് ഡിസെൻറ്റും ഓരോ കാര്യങ്ങളും ഞാൻ ഡിറൈവ് ചെയ്യില്ല. അത് കാരണം ഇനി സെയിം ആണ്. അതായത് വെലോസിറ്റി നമുക്ക് കൈനറ്റിക് എനർജി നമുക്ക് ആരെങ്കിലും ഇന്ന് വെലോസിറ്റി കിട്ടും, വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് ടൈം കിട്ടും, ടൈം കിട്ടിയാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഓക്കെ, വെലോസിറ്റിയും ടൈമും നമുക്ക് ആരെങ്കിലും ആക്സലറേഷൻ കിട്ടും. അത് സിമ്പിൾ ന്യൂട്ടോണിയൻ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ തൽക്കാലം കൈനറ്റിക് എനർജി എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കൊരു കാര്യം അറിയേണ്ടത് ഇതാണ് നമ്മൾ റൊട്ടേഷനിലെ ലാസ്റ്റ് കോൺസെപ്റ്റ്. അതായത് നമ്മൾ 3 കേസസ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസ് ഒരു ഫ്രീ ഫോൾ ആണ്. ഫസ്റ്റ് കേസ് നമ്മളൊരു ടേബിൾ വരയ്ക്കാൻ പോകാം കേട്ടോ. ഈ ടേബിളും കൂടി വരച്ച് കഴിഞ്ഞാൽ തിയറി ഭാഗം ഇസ് കംപ്ലീറ്റ് ആൻഡ് വിൽ ബി മൂവിങ് ടു ഗുഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റത്തെ കേസ് എന്താണ്? ഫസ്റ്റത്തെ കേസ് ഫ്രീ ഫോൾ ആണ്. ഓക്കെ, ഫസ്റ്റത്തെ കേസ് ഫ്രീ ഫോൾ ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിത്രം വരയ്ക്കാം, അതാണ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് which has a mass m which is on a wedge that is subtending an angle of theta, is sliding over the wedge. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ വെഡ്ജിൽ ആംഗിൾ തീറ്റ ഉണ്ടാക്കുന്ന സെയിം വെഡ്ജിൽ ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്യാണ്. നേരത്തെ കേസ് എന്താണ്? നേരത്തെ കേസിൽ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യാണ്. അടുത്ത കേസിൽ ഈ ഒബ്ജക്റ്റ് റോൾ ചെയ്യാണ്. സോ അഗെയിൻ ഐ സേ ദിസ് ഈസ് ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ്. കാരണം എന്താ? ഇത് ഏതിലെ കൺസെപ്റ്റാണ്? ഫ്രീ ഫോള്. ഇത് വണ്ടിയിലെ കൺസെപ്റ്റാണ്. ഇത് ഏതിലെ കൺസെപ്റ്റാണ്? ഇത് ലോസ് ഓഫ് മോഷനിലെ കൺസെപ്റ്റാണ്. ഇത് ഏതിലെ കൺസെപ്റ്റാണ്? ഇത് റൊട്ടേഷണൽ മോഷനിലെ കൺസെപ്റ്റാണ്. ഓക്കെ, ഇത് റൊട്ടേഷണൽ മോഷനിലെ കൺസെപ്റ്റാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഈ മൂന്ന് കേസിനും ഞാൻ കുറച്ച് ടേംസ് ഡിസ്ക്രൈബ് ചെയ്യാം. സോ വണ്ടിയിലെ ഫ്രീ ഫോളും, ലോസ് ഓഫ് മോഷനിലെ വെഡ്ജിലെ പ്രോബ്ലവും, റൊട്ടേഷണൽ മോഷനിലെ റോളിങ്ങും, ഈ മൂന്നെണ്ണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ പോവാണ്. വേണ്ടി നമ്മളൊരു ടേബിൾ വരയ്ക്കുകയാണ്. സോ ഫസ്റ്റ് ടേബിളിൽ നമ്മൾ പറയുന്നത് KE കൈനറ്റിക് എനർജി, 2 നമ്മൾ പറയുന്നത് അതിൻ്റെ ആക്സിലറേഷൻ, 3 നമ്മൾ പറയുന്നത് അതിൻ്റെ വെലോസിറ്റി അറ്റ് ദി ബോട്ടം മോസ്റ്റ് പോയിന്റിൽ. അതായത് ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നീ ഒബ്ജക്റ്റ് വിട്ട് കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് ദി ബോട്ടം മോസ്റ്റ് പോയിന്റ്. ഓക്കെ, വെലോസിറ്റി അറ്റ് ദി ബോട്ടം മോസ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴെത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി. ഓക്കെ, നാലാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടൈം. അതായത് ഈ ഒബ്ജക്റ്റ് താഴെ എത്താൻ മൊത്തത്തിൽ എത്ര ടൈം എടുക്കുന്നുള്ളത്, മൊത്തത്തിലുള്ള ടൈം എടുക്കുന്നത്. സോ പെട്ടെന്ന് പറ. ഫ്രീ ഫോൾ ആണെങ്കിൽ എന്താ കൈനറ്റിക് എനർജി? നമുക്കറിയാം ഫ്രീ ഫോൾ ആണെങ്കിൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ അവിടെ റോളിംഗ് മോഷനൊന്നുമില്ല. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എനർജി സ്റ്റിൽ ദെയർ വിൽ ബി ഓൺലി ഹാഫ് എം വി സ്ക്വയർ ഇറ്റ് സെൽഫ്. ഇനി ഒബ്ജക്റ്റ് റോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു എന്ത്? ഒബ്ജക്റ്റ് റോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 + β. ഓക്കെ, ഒന്നാമത്തെ കാര്യം കൈനറ്റിക് എനർജിൻ്റെ കാര്യം. ഇനി ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല. അത് റൊട്ടേഷൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയെല്ലാം 1Dയിലും 2Dയിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പറഞ്ഞോ, ഫ്രീ ഫോൾ ആക്സിലറേഷൻ എന്താ? ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് വിട്ടു താഴോട്ട് വരികയാണ്. ഫ്രീ ഫോൾ ആക്സിലറേഷൻ ഈസ് G. എന്താണ്? G ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വെഡ്ജിലൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അത് സ്ലൈഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു അല്ലേ? നമ്മൾ ആംഗിൾ എല്ലാം വരച്ചിട്ട് പറഞ്ഞു. അതായത് എനി ഒബ്ജക്റ്റ് വിച്ച് ഇസ് കെപ്റ്റ് ഓൺ എ വെഡ്ജ്, ദി ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി വെഡ്ജ് ഓർ ദി നോർമൽ റിയാക്ഷൻ വിൽ ബി ദി കോസ് കോമ്പോണൻറ്റ്. അതായത് G ആണ് ആക്സിലറേഷൻ എങ്കിൽ നോർമൽ റിയാക്ഷൻ വിൽ ബി G cos theta, and the force acting along the wedge will be G sin theta. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് താഴോട്ട് എന്തുണ്ടാവും? ഒരു G sin theta ഉണ്ടാവും. അത് കാരണമാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത്. സോ സ്ലൈഡിംഗ് മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് G sin theta. ഇതിൽ ആയിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നോക്കുക. കാരണം ഇത് മൊത്തം മെക്കാനിക്സിനെ ഒരുമിച്ച് പറയാണ്. ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നില്ലേ നോക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ അതിന് ഫ്രണ്ടിലോട്ട് ഉണ്ടാകുന്ന G sin theta കാരണമാണത് മൂവ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഒബ്ജക്റ്റ് റോൾ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് റോൾ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ പഠിച്ചു വെക്കുക, നമ്മൾ ഈ ഇക്വേഷൻസ് വെച്ച് യൂസ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അവിടെ ഈ 1 + β ഉണ്ടാവും. അപ്പോൾ ആ 1 + β എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡിറൈവ് ചെയ്തത്. ഓക്കെ, 1 + β എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡിറൈവ് ചെയ്തത്. സോ സ്ലൈഡിംഗ് മോഷന് g sin θ ആണ് വെലോസിറ്റി എങ്കിൽ റോളിംഗ് മോഷൻ്റെ വെലോസിറ്റി വിൽ ബി g sin θ by 1 + β, g sin θ by 1 + β. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വെലോസിറ്റി. ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് വിട്ടു, h ആണ് ഹൈറ്റ്, h ആണ് ഹൈറ്റ് എന്ന് വിചാരിക്കുക. ഇവിടുത്തെ എല്ലാ കേസിലും h ആണ് ഹൈറ്റ് എന്ന് വിചാരിക്കുക, h ആണ് ഹൈറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താഴെ എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയാണ്? അത് നമുക്കറിയാം, v² = u² + 2as u = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് ദി ബോട്ടം മോസ്റ്റ് പോയിന്റ് √2gh എന്ന് കിട്ടും. അഗെയിൻ ഒരു സ്ലൈഡിംഗ് മോഷനിൽ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ തന്നെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു sin θ എന്നൊക്കെ വരും. g sin θ ഒരു g sin θ ഉണ്ടാവും. ഈ h ന് പകരം നമ്മൾ l/sin θ എന്ന് കൊടുക്കും. ആ രണ്ട് sin θയും കട്ടായി പോകും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിലും ബോട്ടം മോസ്റ്റ് പോയിന്റിലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്താലും നമുക്കിത് കിട്ടും. ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല. അഗെയിൻ നമുക്കത് കിട്ടുക എന്താണ്? √2gh തന്നെയാണ് കിട്ടുക. ഇനി ഈ കേസിൽ നമുക്ക് കൈനറ്റിക് എനർജി ½mv² 1 + β എന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ v സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും √2gh by 1 + β, √2gh by 1 + β. അതാണ് വെലോസിറ്റി ഓഫ് എ റോളിംഗ് മോഷൻ. നാലാമത്തെ കാര്യം ടൈം. ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് താഴോട്ട് എത്തുമ്പോൾ ടൈം എത്രയാണ്? v = u + 8 u = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് √2h/g എന്ന് കിട്ടും. ഒരു സ്ലൈഡിംഗ് മോഷനിൽ നേരത്തെ അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡെറിവേഷൻസ് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. ഓരോന്നും ഡെറൈവ് ചെയ്യാൻ എനിക്ക് സമയമില്ല. അതായത് g sin θ ആക്സലറേഷന് പകരം g sin θ എന്നും h-ന് പകരം l/sin θ എന്നും കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ലാസ്റ്റ് എന്ത് പുറത്തോട്ട് വരും? ഒരു 1/sin θ × √2h/g എന്ന് വരും. 1/sin θ × √2h/g എന്ന് വരും. അതാണ് ഒരു സ്ലൈഡിംഗ് മോഷനിൽ താഴത്ത് നടക്കുന്ന ടൈം. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കരുത്. ഇത് ബേസിക് ഇക്വേഷൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നില്ലെന്ന് നോക്കുക. ഓരോന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സിമിലർലി ഫോർ റൊട്ടേഷണൽ മോഷൻ ഇറ്റ് ക്യാൻ ബി ഗിവൻ ആസ് 1/sin θ × √2h/g × 1 + β. അപ്പോൾ ഇതാണ് എല്ലാത്തിലും റൊട്ടേഷൻ മോഷൻ്റെ ഡിഫറൻസ് വരിക. കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇവിടെ 1 + β എന്ന് വന്നു, ആക്സലറേഷൻ ആണെങ്കിൽ ഇവിടെ 1 + β എന്ന് വന്നു, വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ /√1 + β എന്ന് വന്നു, ഇവിടെ √1 + β എന്ന് വന്നു. സോ ഒരു സ്ലൈഡിംഗ് മോഷനും റോളിംഗ് മോഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. ഇതാണ് ബേസിക്കലി മെക്കാനിക്സിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെക്കാനിക്സിൽ മോഷൻ വരുന്ന ഏതൊരു കേസിലും, അതായത് അലോങ് ദ ഇൻക്ലൈൻ പ്ലെയിൻ അല്ലെങ്കിൽ ഫ്രീ ഫോളിൽ വരുന്ന ഏതൊരു കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണിത്. അപ്പോൾ വണ്ടിയിൽ എന്താ സംഭവിക്കുക നമ്മൾ പറഞ്ഞു, ലോസ് ഓഫ് മോഷനിൽ എന്താ സംഭവിക്കുക നമ്മൾ പറഞ്ഞു, റൊട്ടേഷണൽ മോഷനിൽ എന്താ സംഭവിക്കുക നമ്മൾ പറഞ്ഞു. ഈ ടേബിൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടാവും, എസ്പെഷ്യലി ഫ്രം റൊട്ടേഷണൽ ലോസ് ഓഫ് മോഷൻ. 1 ഡയമെൻഷൻ എന്തായാലും ഉണ്ടാവും. 1 ഡയമെൻഷൻ ഫ്രീ ഫോൾ നമ്മുടെ സ്ഥിരം ഏരിയ ആണല്ലോ. അതുകൂടാണ്ട് ഈ വെലോസിറ്റിയും ആക്സിലറേഷൻ്റെയും ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റൻസ് നമുക്കറിയെങ്കിൽ നമ്മൾ ഓരോ തവണ അത് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലോസ് ഓഫ് മോഷനും വണ്ടിയും റൊട്ടേഷനും കമ്പയർ ചെയ്തത്. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ ഈ ടേബിൾ? ഇതിലെന്തെങ്കിലും നിങ്ങൾ മനസ്സിലാകത്തുണ്ടോ? അതായത് പറഞ്ഞതിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നത് ബൈഹാർട്ട് ചെയ്യരുത്. ഇതിൽ ഈ ഭാഗങ്ങളുടെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ ആ കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ അതുകൊണ്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് വരുന്ന സംഭവങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് u = 0 g sin θ ആ കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കിട്ടും. അത് നിങ്ങൾക്ക് ഇനി കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സോ എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരും പറ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് കണ്ടിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയുടെ മുമ്പിലിരുന്ന് അല്ലാണ്ട് വെറുതെ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നൊന്നും എനിക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാവില്ല. സോ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് പറയാം, നമുക്ക് മൂവ് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആണല്ലേ? അപ്പോൾ ബീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ സ്ഥലത്തും വരുന്ന വെലോസിറ്റിയിലും ആക്സലറേഷനിലും ഫ്രീ ഫോളിലും എല്ലാത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസും മനസ്സിലായി. സോ എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ?
നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം തിയറി ഭാഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തം സർക്കുലർ മോഷൻ്റെയും റൊട്ടേഷണൽ മോഷൻ്റെയും നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട തിയറി ഭാഗം. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് ഇപ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഭാഗമാണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ തറുമായിരിക്കും. പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മൊത്തം സോൾവ് ചെയ്യുക. ഏത് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 തിയറം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ഇനിയും നോക്കിയേ, നമുക്ക് എന്താ വേണ്ടത്? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ ഇനി നോക്കാം. സോ നമുക്ക് മനസ്സിലായി ഇങ്ങനെ റോളിംഗ് മോഷനിലെ മൊത്തം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² × 1 + bt ആണെന്ന് മനസ്സിലായി അല്ലേ? ഹാഫ് mv² × 1 + bt ആണെന്ന് മനസ്സിലായി. സോ നമ്മൾ ഈസ് ഈക്വൽ ടു, അപ്പം ഈ കൈനറ്റിക് എനർജി മൊത്തം കൈനറ്റിക് എനർജീനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൊത്തം കൈനറ്റിക് എനർജിയാണ് എന്ത് വേണ്ടത്? അത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒബ്ജക്റ്റ് എന്താവുക? മൊത്തം കൈനറ്റിക് എനർജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒബ്ജക്റ്റ് എന്താവുക? ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ആവുക. ഓക്കെ. സോ എനിക്ക് എന്ത് ചെയ്താം? ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഞാൻ എത്ര കൊടുത്തു? 150 kg. ഹാഫ് ഇൻറ്റു 150 ഇൻറ്റു v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ? 15². ബട്ട് ചെറിയൊരു വ്യത്യാസം ഇവിടെ എത്രയാണിത്? cm/s തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ m/s കൺവേർട്ട് ചെയ്യണം. സോ mv² പകരം ഞാൻ 15 ഇൻറ്റു cm/s m/s കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻² ചെയ്യണം. ഹോൾ² ഇൻറ്റു 1 + ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇതെന്താ സംഭവം? ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിംഗ് ആണ്. ആൻഡ് ഫോർ റിംഗ് ബീറ്റ ഈസ് 1. സോ 1 + 1 ഹാഫ് mv² ഇൻറ്റു 1 + 1. അപ്പോൾ ഈ 2ഉം ഈ 1 + 1 2ഉം പോയി. ബാക്കി ആരാളുള്ളത്? 150 ഇൻറ്റു 15² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225 ഇൻറ്റു 10⁻⁴. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താ? സോൾവ് ചെയ്യാം അല്ലേ? അപ്പോൾ 225 ഇൻറ്റു 15 ചെയ്യണം. 225 ഇൻറ്റു 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2250 പിന്നെ ഇതിൻ്റെ പകുതിയും 1125. അപ്പോൾ എത്രയും 3375 ആയില്ലേ? അപ്പം 3375. ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പം അതിൻ്റെ 0 ഇൻറ്റു 10⁻⁴. ഇൻറ്റു 10⁻⁴. ക്ലിയർ ആയോ? ഇൻറ്റു 10⁻⁴. ദാറ്റ് മീൻസ് 3.375 കിലോജൂൾ. Answer is A. Answer is A. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ മൊത്തം ഉള്ള കൈനറ്റിക് എനർജി ഫാത്തിമ ഷെറി പറയുന്ന പോലെ, സുഹാ ഫാത്തിമ ഒക്കെ പറയുന്ന പോലെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജീൻ്റെ മൊത്തം ഈ ക്വസ്റ്റനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്? മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിംഗ് മോഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ ഹാഫ് mv² എന്നുള്ള ഇക്വേഷൻ മാത്രം യൂസ് ചെയ്താൽ പോരാ, അതിന് റൊട്ടേഷൻ kൈനറ്റിക് എനർജി ഉണ്ടാവും. സോ ഹാഫ് mv² ഇൻറ്റു 1 + ബീറ്റ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. സോ നമുക്ക് പിന്നെ അത് സിമ്പിളാണ്, പിന്നെ ജസ്റ്റ് മാക്സേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം അല്ലേ? കിലോ ജൂൾ അല്ല കേട്ടോ, അത് ജൂളാണ്. 33750 ഇൻറ്റു 10⁻⁴ അല്ലേ? അപ്പം 3.375 ജൂൾ. ഓക്കെ, ജൂളാണ്. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. ഫാത്തിമ ഷെറി കറക്റ്റ് ചെയ്തു തന്നു. ഓക്കെ, കറക്റ്റ്. അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. ഈ ക്വസ്റ്റൻ നോക്കിയേ, ദി റേഷ്യോ ഓഫ്, അപ്പോൾ ഈ ക്വസ്റ്റൻ നോക്കുക. ഇതാണ് ടിപ്പിക്കൽ, നമ്മൾ പറഞ്ഞു ഈസി, മീഡിയം ആൻഡ് ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എ ടിപ്പിക്കൽ മീഡിയം ലെവൽ ഓഫ് നീറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഒരു ടിപ്പിക്കൽ മീഡിയം ലെവൽ ഓഫ് നീറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റൻ നോക്കുക എല്ലാവരും. ഈ ക്വസ്റ്റനിൽ എന്താ പറയുന്നത്? റേഷ്യോ ഓഫ് ദി ടൈം ടേക്കൺ ബൈ സോളിഡ് സ്ഫിയർ ആൻഡ് ദാറ്റ് ടേക്കൺ ബൈ ഡിസ്ക് ഓഫ് ദി സെയിം മാസ് ആൻഡ് റേഡിയസ് ടു റോൾ ഡൗൺ എ സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ ഫ്രം ദി സെയിം ഹൈറ്റ്. ഇവരെന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടൈമാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈം
കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലതിൽ ടൈം ചോദിക്കും, ചിലതിൽ ആക്സലറേഷൻ ചോദിക്കും, ചിലതിൽ വെലോസിറ്റി ചോദിക്കും, ചിലതിൽ കൈനറ്റിക് എനർജി ചോദിക്കും. അപ്പം അങ്ങനെ വണ്ടിന്നോ ലോസ് ഓഫ് മോഷനോ റൊട്ടേഷൻ മോഷനോ എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് സോൾവ് ചെയ്യാൻ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ടേബിൾ വരച്ചത്. സോ നോക്കുക, ഇവർ പറഞ്ഞൊരു ടൈമാണ്. അപ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്ത് ടൈമിൻ്റെ ഇക്വേഷൻ? ദാറ്റ് ഈസ് 1/sin θ ഇൻറ്റു √2h/g ഇൻറ്റു 1 + β ഇതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടൈം ടേക്കൺ ബൈ ദി സോളിഡ് സ്ഫിയർ. ഞാൻ സോളിഡ് സ്ഫിയറിന് സോളിഡ് എസ് എഴുതാണ്. ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ബൈ ഡിസ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്ത് 1/sin θ ഇൻറ്റു √2h/g ഇൻറ്റു 1 + β. അപ്പോൾ ഈ രണ്ട് കേസിലും അത് ലെറ്റ് ഇറ്റ് ബി ഡിസ്ക്. ഒരുപാട് പേര് ഡി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഡി ആണോ കറക്റ്റ് നോക്കാം. ഒന്നുമില്ല, ഈ ക്വസ്റ്റൻ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ളൂ. സോ 1/sin θ ഇൻറ്റു √2h/g ഇൻറ്റു 1 + β. സോ രണ്ട് കേസിലും ഡി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. വെരി ഗുഡ്. സോ 1/sin θ ഇൻറ്റു √2h/g എന്നുള്ളതിൽ രണ്ട് കേസിലും രണ്ടും ഒരേ ഇൻക്ലിനേഷനിലാണ് വരിക. അപ്പോൾ T1/T2 ചെയ്യുമ്പോൾ sin θ രണ്ടിനും കോമൺ ആണ്, കട്ടായി പോവും. എച്ച് രണ്ടിനും കോമൺ ആണ്, കട്ടായി പോവും. ജിയും രണ്ടും കോമൺ ആണ്, കട്ടായി പോവും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? രണ്ടിനും വ്യത്യാസം വരുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റി എന്താണ്? ദാറ്റ് ഈസ് ബീറ്റ. ഇവിടെ ഈ സോളിഡ് സ്ഫിയറിനും ഈ ഡിസ്കിനും ബാക്കിയെല്ലാം ഐഡൻറ്റിക്കലാന്ന് പറയുന്നുണ്ട്. ഈ സോളിഡ് സ്ഫിയറിനും ഡിസ്കും തമ്മിൽ ഡിഫറൻസ് വരുന്നത് ആകെ ആര് തമ്മിലാണ്? ബീറ്റ തമ്മിലാണ്. ഒരു ചെറിയ ലാഗ് ഉണ്ടാവും. ക്യാമറൻ്റെ ബാറ്ററി ഒന്ന് മാറ്റാൻ 20. ഓക്കെ, സോ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ രണ്ട് കേസിലും sin θയും എച്ചും ജിയും കോമൺ ആണ്. ആകെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബീറ്റ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് എങ്ങനെ എഴുതാം? T സോളിഡ് ബൈ T ഡിസ്ക് ഈസ് ഈക്വൽ ടു 1 + β1. β1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്ഫിയറിൻ്റെ ബീറ്റ ഡിവൈഡഡ് ബൈ 1 + β2. ഇത് മൊത്തം എന്തിൻ്റെ ഉള്ളിലാണ്? റൂട്ടിൻ്റെ ഉള്ളിലാണ് അല്ലേ? മൊത്തം റൂട്ടിൻ്റെ ഉള്ളിലാണ്. സോ T സോളിഡ് ബൈ T ഡിസ്ക് ഈസ് ഈക്വൽ ടു 1 + β1 ഡിവൈഡ് ബൈ 1 + β2 എന്ന് എഴുതാം. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം കോമൺ ടേംസ് ആണ്, കട്ടായി പോവും. സോ T സോളിഡ് ബൈ T ഡിസ്ക് ഈസ് ഈക്വൽ ടു √1 + β1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ ബീറ്റ എത്രയാണ്? 2/5 mr² ആണ് അല്ലേ? 2/5 mr² ആണ്. സോ 1 + 2/5 ഡിവൈഡ് ബൈ 1 + ഡിസ്കിൻ്റെ ബീറ്റ് എത്രയാണ്? mr²/2 ആണ്. mr²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1/2. അതായത് 1 + 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/5 ഡിവൈഡ് ബൈ 1 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2. അപ്പോൾ മൊത്തം എത്ര വരും? ഈ 3/2 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 14/5 × 3 15 എന്നാവും. സോ √14 / √15. ആൻസർ ഇസ് ഡി. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇനി ഉള്ളതെല്ലാം സെയിം പാറ്റേൺ ആണ്. ഇനി ചിലപ്പോൾ ആക്സലറേഷൻ ചോദിക്കാം, ചിലപ്പോൾ ടൈം ചോദിക്കാം, ചിലപ്പോൾ വെലോസിറ്റി ചോദിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഇക്വേഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. സോ ഇത് ഒരുപാട് പേര് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കാം. A small block slides down from the top of a hemisphere of radius r. It is assumed that there is no friction between the block and the hemisphere. At what height h will be the block lose contact with the surface of the sphere? Okay. At what time h will the block lose contact with the surface of sphere? Okay. നോക്കുക എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനൊരു ഹെമിസ്ഫിയർ ഉണ്ട്. ഓക്കെ, ഇങ്ങനൊരു ഹെമിസ്ഫിയർ ഉണ്ട്. സോ ഈ ഹെമിസ്ഫിയറിൻ്റെ പുറത്ത് ഒരു ചെറിയ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹെമിസ്ഫിയറിൻ്റെ പുറത്ത് ചെറിയ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇവർ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഹെമിസ്ഫിയറിൻ്റെ പുറത്ത് ചെറിയൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്കിനെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് തുടങ്ങുകയാണ്. ഈ ബ്ലോക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് തുടങ്ങുകയാണ്.
അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെമിസ്ഫിയർ ആയിട്ടുള്ള കോൺടാക്റ്റ് വിട്ടിട്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഫ്രീലി ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് ഹൈറ്റ് എച്ചിലാണ് ഈ ഒബ്ജക്റ്റ് കോൺടാക്റ്റ് വിട്ടിട്ട് താഴോട്ട് വീഴുക എന്നുള്ളത്. ഓക്കെ, ഏത് ഹൈറ്റ് എച്ചിലാണ് ഈ ഒബ്ജക്റ്റ് കോൺടാക്റ്റ് വിട്ടിട്ട് താഴോട്ട് വീഴുക എന്നുള്ളത്. സോ എനിക്കറിയാം ഇതിൻ്റെ റേഡിയസ് 6 ആണ്. തൽക്കാലം ഞാൻ അസ്യൂം ചെയ്യുന്നു ആ ഹൈറ്റ് എച്ച് ആണ്. അതായത് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, കോൺടാക്റ്റ് വീഴുകയാണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. കുറച്ചും കൂടി താഴോട്ടേക്കോട്ടെ, നല്ല ഫിഗർ വരക്കാം. ഓക്കെ, പാർട്ടിക്കിൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. സോ പാർട്ടിക്കിൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഹൈറ്റാണ് എച്ച്. ഓക്കെ, ആ ഹൈറ്റാണ് എച്ച്. അപ്പോൾ ആ ഹൈറ്റിൽ എത്തുമ്പോഴാണ് ഈ പാർട്ടിക്കിൾ താഴോട്ട് വീഴുകയെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഇനി അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നോക്കുക, എപ്പോഴാണ് ഒരു പാർട്ടിക്കിൾ ഫ്രീലി ഫോളോ ചെയ്യുക? ആ പാർട്ടിക്കിൾ ഫ്രീലി ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറത്ത് നോർമൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാവരുത്. ഫോർ എക്സാമ്പിൾ, കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ ഇതാണ് ആ പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഞാൻ ഈ പാർട്ടിക്കിളിനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഫ്രീലി ഫോളോ ചെയ്യുമോ? ഈ പാർട്ടിക്കിൾ ഫ്രീലി ഫോളോ ചെയ്യില്ല അല്ലേ? കാരണം ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ മൊത്തം ആര് ബാലൻസ് ചെയ്യുന്നുണ്ട്? എൻ്റെ കൈ ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് നല്ല നോർമൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യില്ല, ഫ്രീലി ഫോളോ ചെയ്യില്ല. കാരണം ഇതിൻ്റെ mg എന്നുള്ള വെയിറ്റ് മൊത്തം നോർമൽ റിയാക്ഷനാണ്. നേരെ മറിച്ച് ഞാൻ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് വെച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ mg എങ്ങോട്ടാണ്? mg താഴോട്ട് ഇങ്ങോട്ടാണ്. എൻ്റെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടുണ്ടാവുക? ഈ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു കേസ്. ഇവിടെ m വെച്ചു. ഇവിടെ mg താഴോട്ടാണുള്ളത്. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഈ കേസിൽ എത്രയാണ്? നോർമൽ റിയാക്ഷൻ ഈ കേസിൽ 0 ആണ്. കാരണം mg മൊത്തം താഴോട്ടാണുള്ളത്. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഒരു ഫോഴ്സും ഇല്ല. സോ നോർമൽ റിയാക്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഒബ്ജക്റ്റ് എന്തായാലും താഴോട്ട് വീഴും. ഇങ്ങനെ നിൽക്കുമ്പോൾ നോർമൽ റിയാക്ഷൻ മാക്സിമം ആയിരുന്നു. അപ്പോൾ ഒബ്ജക്റ്റിന് താഴോട്ട് വീഴാൻ യാതൊരു സാധ്യതയില്ല. ഇങ്ങനെ ആയപ്പോൾ നോർമൽ റിയാക്ഷൻ എന്തായി? 0 ആയി. നോർമൽ റിയാക്ഷൻ 0 ആയി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്തായാലും താഴോട്ട് വീഴും. സോ ദി കണ്ടീഷൻ ഫോർ എനി ഒബ്ജക്റ്റ് ടു സ്ലിപ്പ് ഓഫ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സ്ലിപ്പ് ഓഫ് ആവണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? നോർമൽ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു 0 ഫോർ എനി ഒബ്ജക്റ്റ് ടു സ്ലിപ്പ് ഓഫ്. യെസ്, ഫാത്തിമ സാർ പറയുന്നുണ്ട്, വെരി ഗുഡ്. നോർമൽ ടു ദി സർഫസ്, സോ 0. യെസ്, അതായത് നോർമൽ ടു ദി സർഫസ് ഇവിടെ എന്തില്ല, ഫോഴ്സ് ഇല്ല. അപ്പോൾ എനി ഒബ്ജക്റ്റ് സ്ലിപ്പ് ആവണമെങ്കിൽ അതിൻ്റെ നോർമൽ റിയാക്ഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ഹൈറ്റ് എച്ചിലാണ് ഇത് സ്ലിപ്പ് ആവുന്നെങ്കിൽ അവിടുത്തെ നോർമൽ റിയാക്ഷൻ എത്രയാണ്? നോർമൽ റിയാക്ഷൻ 0 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, നോർമൽ റിയാക്ഷൻ 0 ആണ്. ഓക്കെ, സോ എനിക്ക് എന്ത് എഴുതാം? ഈ ഒരു ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ നോർമൽ റിയാക്ഷൻ 0 ആവണമെങ്കിൽ അവിടെയുള്ള രണ്ട് ഫോഴ്സും തമ്മിൽ എന്താവണം? ബാലൻസ് ചെയ്യണം. ഇവിടെയുള്ള രണ്ട് ഫോഴ്സ് ആരുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോർ എനി ഒബ്ജക്റ്റ്, വീണ്ടും ആ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഫോർ എനി ഒബ്ജക്റ്റ് സ്ലൈഡിംഗ് ഓർ റോളിംഗ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഇസ് കോസ്, ഫോഴ്സ് ആക്ടിങ് അലോങ് ദി സർഫസ് ഇസ് സൈൻ. സോ ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് എന്തുണ്ടാവും? ഇങ്ങോട്ട് ആരുണ്ടാവും? കോസ് ഉണ്ടാവും. എന്തിൻ്റെ കോസ് ഉണ്ടാവും? വെയിറ്റിൻ്റെ കോസ് ഉണ്ടാവും. സോ perpendicular to surface it will be having mg cos theta. And പുറത്തോട്ട് ആരുണ്ടാവും? പുറത്തോട്ട് mv²r ഉണ്ടാവും. ഇതൊരു സർക്കുലർ മോഷനാണ്. സോ സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് mv²r ഉണ്ടാവും, അകത്തോട്ട് mg cos theta ഉണ്ടാവും. ഇവർ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നോർമൽ റിയാക്ഷൻ ഇല്ല. ശരിയല്ലേ? ഇവർ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നോർമൽ റിയാക്ഷൻ ഇല്ല. നോർമൽ റിയാക്ഷൻ ഇല്ലെങ്കിൽ അപ്പോൾ ഒബ്ജക്റ്റ് സ്ലിപ്പ് ആവാൻ തുടങ്ങും. അപ്പോൾ mv²r is equal to mg cos theta ആവുന്ന കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. mv²r is equal to mg cos theta ആവുന്ന കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? അങ്ങനത്തെ കണ്ടീഷനിൽ നോർമൽ റിയാക്ഷൻ ഇല്ല. നോർമൽ റിയാക്ഷൻ ഇല്ലെങ്കിൽ ദറ്റ് ഒബ്ജക്റ്റ് വിൽ ഷുവർലി സ്ലിപ്പ് ഓഫ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ഗൈസ്? പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? കോൺസെപ്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ലേ?
ഓക്കെ, നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ ക്വസ്റ്റനും കൂടി കഴിഞ്ഞാൽ ഇനി നമ്മൾ ട്രിക്സ് ആട്ടോ. ഈ ക്വസ്റ്റനും കൂടി കഴിഞ്ഞാൽ ട്രിക്സ് ആണ്. ഓക്കെ, യെസ്, ക്ലിയർ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ ആവണം. സോ ഇവിടെ ഇനി ഈ എമ്മും പോയി ബാക്കി ആരുണ്ട്? വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി കോസ് തീറ്റ എന്നുണ്ട്. ഇനി കോസ് തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം? ഇതാ ഈ ട്രയാങ്കിളും നോക്കുക. ഈ ട്രയാങ്കിളിൽ ഇതെന്താണ്? ഇത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ബാക്കി ഇവിടെ എച്ച് ഉണ്ട്. സോ ഇഫ് ദിസ് ഇസ് തീറ്റ, ദിസ് ഇസ് തീറ്റ. ഓക്കെ, ഇഫ് ദിസ് ഇസ് തീറ്റ, കോസ് തീറ്റ എനിക്ക് എന്ത് എഴുതാം? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ, കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ hypotenuse. അപ്പോൾ adjacent side is h, hypotenuse is r. So gh by r. So gh by r. Okay, gh by r. So gh by r. So v square by r is equal to gh by r. or ഈ ആറും കട്ടായി പോയി, which means v square is equal to gh. v square is equal to gh. അവിടെ നോക്കട്ടെ. ഇനി ഈ വി എന്താണ്? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റ് എത്തുമ്പോഴേക്കും അതിന് കിട്ടുന്ന വെലോസിറ്റിയാണ്. പാർട്ടിക്കിൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പോയിന്റിൽ എത്തുമ്പോഴേക്കും അതിന് കിട്ടുന്ന വെലോസിറ്റിയാണ്. സോ ദി ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിന് എന്താ ഉള്ളത്? അതിന് പൊട്ടൻഷ്യൽ എനർജി ആണുള്ളത്. അത് ഞാൻ ഇവിടെ ഇരുന്നു കേട്ടോ. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിന് എന്തുണ്ട്? എം ജി ഇൻറ്റു എച്ച്, ഹൈറ്റ്. ഇത്രയും ഹൈറ്റ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇതാണ് വന്ന ഹൈറ്റ് ഡിഫറൻസ്. ഓക്കെ, ഈ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് ഈ ഒബ്ജക്റ്റ് എത്തി. പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് ഈ ഒബ്ജക്റ്റ് എത്തി. പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് ഈ ഒബ്ജക്റ്റ് എത്തി. സോ ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഇത് മൊത്തം ഡിസ്റ്റൻസ് ആറാണ്, താഴെ മാത്രമുള്ള ഡിസ്റ്റൻസ് എച്ച് ആണ്. സോ ഇത് മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ദറ്റ് ഈസ് ആർ മൈനസ് എച്ച്. ദറ്റ് ഈസ് ആർ മൈനസ് എച്ച്. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഐ ക്യാൻ റൈറ്റ് എം ജി ഇൻറ്റു ആർ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു ആർ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. എം ജി ഇൻറ്റു ആർ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റി. ഇനീഷ്യലി ഇറ്റ് വാസ് എ റെസ്റ്റ്. സോ എമ്മും കട്ടായി പോയി. ബാക്കി ആരാളുള്ളത്? 2g ഇൻറ്റു ആർ മൈനസ് എച്ചിൻ്റെ റൂട്ടാണ് വെലോസിറ്റി. അല്ലെങ്കിൽ വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2g ഇൻറ്റു ആർ മൈനസ് എച്ച് ആണ്. 2g ഇൻറ്റു ആർ മൈനസ് എച്ച് ആണ്. ഞാൻ ഇവിടെ വി സ്ക്വയറിന് പകരം 2g ഇൻറ്റു ആർ മൈനസ് എച്ച് എന്ന് കൊടുത്തു. വി സ്ക്വയറിന് പകരം ഞാൻ 2g ഇൻറ്റു ആർ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ജി എച്ച് എഴുതി. 2g ഇൻറ്റു ആർ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ജി എച്ച് എഴുതി. ജിയും പോയി. ബാക്കി 2r ഈസ് ഈക്വൽ ടു 2r മൈനസ് 2h ഈസ് ഈക്വൽ ടു എച്ച് എന്ന് വരും. അല്ലെങ്കിൽ 2r ഈസ് ഈക്വൽ ടു 3h എന്ന് വരും. ഓർ h ഈസ് ഈക്വൽ ടു 2r ബൈ 3 എന്ന് വരും. h ഈസ് ഈക്വൽ ടു 2r ബൈ 3 എന്ന് വരും. ക്ലിയർ ആണോ? സോ ഈ ക്വസ്റ്റനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്? എന്തൊരു ക്വസ്റ്റനിലും ഒരു ഒബ്ജക്റ്റ് സ്ലിപ്പ് ഓഫ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ നോർമൽ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു 0. നോർമൽ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു 0. ഒന്ന് രണ്ട് പേര് ഒന്നുകൂടെ എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. ഏതൊരു ഒബ്ജക്റ്റും ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫിഗർ വരച്ചത്. ഈ ഫിഗറിൽ നോക്കുക. ഈ ഒബ്ജക്റ്റിന് നോർമൽ റിയാക്ഷൻ ഒന്നുമില്ല. അതിൻ്റെ വെയിറ്റ് മൊത്തം താഴോട്ടാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ നോർമൽ റിയാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒബ്ജക്റ്റ് താഴോട്ട് ഫോളോ ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ ഇങ്ങനൊരു ഒബ്ജക്റ്റ് വെച്ചു. ഇതാണ് സർഫസ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സ്ലിപ്പ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇതിൻ്റെ മൊത്തം നോർമൽ റിയാക്ഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ ദി വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. എൻറ്റയർ നോർമൽ റിയാക്ഷൻ ഇസ് provided by the weight of the object. മനസ്സിലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുന്നുണ്ട്. Entire normal reaction will be provided by the weight of the object. Okay, entire normal reaction will be provided by the weight of the object. So അങ്ങനത്തെ കേസിൽ ആ ഒബ്ജക്റ്റ് സ്ലിപ്പ് ആവാൻ യാതൊരു ചാൻസും ഇല്ല. സോ ദ കണ്ടീഷൻ ഫോർ എനി ഒബ്ജക്റ്റ് ടു സ്ലിപ്പ് ഈസ് നോർമൽ റിയാക്ഷൻ. സർഫസ് നോർമൽ റിയാക്ഷൻ കൊടുക്കുന്തോറും ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. ദ കണ്ടീഷൻ ഫോർ എനി ഒബ്ജക്റ്റ് ടു സ്ലിപ്പ് ഈസ് normal reaction should be equal to 0. So normal reaction equal to 0 നമ്മൾ അസ്യൂം ചെയ്തു. അതാണ് നമുക്ക് ആ കണ്ടീഷൻ. അപ്പോഴേ ഒബ്ജക്റ്റ് എന്താവുള്ളൂ? അപ്പോഴേ ഒബ്ജക്റ്റ് കോൺടാക്റ്റ് വിട്ടിട്ട് താഴോട്ട് വരുള്ളൂ. ഇനി ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്തിട്ട് ഈ പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കുക.
ഓക്കെ. സോ ഇതിന് എന്തൊക്കെയുണ്ട് ഫോഴ്സ്? ഇതിനെ നമ്മൾ പറഞ്ഞ പോലെ താഴോട്ട് mg ഉണ്ടാവും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പം താഴോട്ട് mg ഉണ്ടാവും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പം എന്താവും? സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിന് ഉള്ളിലോട്ടുള്ള ഡയറക്ഷൻ along the radius its force will be along the radius its force will be mg cos theta. Along the radius its force will be mg cos theta and against the radius അല്ലെങ്കിൽ towards outwards നമ്മൾ പറഞ്ഞു mv²/r എപ്പോഴും പുറത്തോട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ പുറത്തോട്ട് ആരുണ്ടാവും? mv²/r ഉണ്ടാവും. സോ നോർമൽ റിയാക്ഷൻ 0 ആവണമെങ്കിൽ ഇവിടെയുള്ള ഈ രണ്ട് ഫോഴ്സും എന്താവണം? ഈക്വൽ ആവണം. mv²/rഉം mg cos theta ഈക്വൽ ആവണം. അപ്പോഴേ എന്താവുള്ളൂ? നോർമൽ റിയാക്ഷൻ 0 ആവുള്ളൂ. ഓക്കെ. mv²/rഉം mg cos theta ഈക്വൽ ആയി കഴിഞ്ഞാലാണ് നോർമൽ റിയാക്ഷൻ 0 ആവുക. അപ്പോൾ നമ്മൾ എഴുതി ഫോർ നോർമൽ റിയാക്ഷൻ ടു ബി 0 mv²/r is equal to mg cos theta എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വന്നപ്പോൾ ഇതിൽ ആകെ പിന്നെ നമ്മളിവിടെ എക്സ്ട്രാ ചെയ്തത് ഈ cos thetaക്ക് പകരം ഈ മൊത്തം ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. cos thetaക്ക് പകരം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ആ ട്രയാങ്കിളിൽ നിന്ന് cos thetaൻ്റെ വാല്യൂ എഴുതി. അപ്പോൾ നമ്മളിങ്ങനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? v² is equal to gh എന്ന് കിട്ടി. അതായത് ഈ ഒബ്ജക്റ്റിന് ഈ പോയിന്റ് ബിയിലുള്ള വെലോസിറ്റി അതാണ് v. അപ്പോൾ v² is equal to gh എന്ന് കിട്ടി. ഈ പോയിന്റിലുള്ള വെലോസിറ്റിയും കൂടി ഞാൻ കാണണം. അതിന് ഞാൻ എന്ത് യൂസ് ചെയ്തു? അത് ഞാൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്തു. സോ അറ്റ് ദി പോയിന്റ് എ ദി ബോഡി ഹാസ് ഗോട്ട് ഓൺലി പൊട്ടൻഷ്യൽ എനർജി ബിക്കോസ് ദി ബോഡി ഈസ് നോട്ട് മൂവിങ്. ഓക്കെ. ബോഡി ഈസ് നോട്ട് മൂവിങ്, സോ ഇറ്റ് ഹാസ് ഓൺലി ഗോട്ട് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അറ്റ് ദി പോയിന്റ് ബിയിൽ ഈ ഒബ്ജക്റ്റിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, 12mv². സോ ഈ എച്ച് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാൻ കാരണമുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് ആണ്. എയും ബിയും തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇത് റേഡിയസ് 6 ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് h ആണ്. സോ r - h ആണ് ആ ഹൈറ്റ്. സോ അതിൽ നിന്ന് എനിക്ക് v²ൻ്റെ വാല്യൂ കിട്ടി. അത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ എനിക്ക് h = 2r/3 എന്ന് കിട്ടി. ക്ലിയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ സമയത്ത് എത്രയായി? 9:30 ആയില്ലേ? നമ്മൾ 9:40 ആകുമ്പോഴത്തേനും ഒരു 4 ചോദ്യം ഒരുമിച്ച് പറയും. ഓക്കെ. 9:40 ആകുമ്പോഴേക്കും നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് പറയാം. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ പോലെ ട്രിക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ പ്രത്യേകിച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാപ്റ്ററിലും എങ്ങനെ വേണമെങ്കിലും ഇൻറ്റഗ്രേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നത്. നേരത്തെ ക്ലിയർ അല്ലാത്തവർക്ക് ഇപ്പോൾ ക്ലിയർ അല്ലേ? നേരത്തെ രണ്ട് മെസ്സേജ് ഞാൻ കണ്ടു ക്ലിയർ, ഒന്നും കൂടി പറയാമെന്ന് ചോദിച്ചിട്ട് അവർക്കും ക്ലിയർ അല്ലേ? സോ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ലെറ്റ്സ് മൂവ്. എല്ലാവർക്കും ഓക്കെ ആണല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നോക്കുക. എ ഹെവി സ്മോൾ സൈസ്ഡ് സ്ഫിയർ ഈസ് സസ്പെൻഡഡ് ബൈ സ്ട്രിങ് ഓഫ് ലെങ്ത് L ആട്ടത് 1 അല്ലേ? L ആണ് ലെങ്ത് L. ദ സ്ഫിയർ റൊട്ടേറ്റ്സ് യൂണിഫോംലി ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് ദി സ്ട്രിങ് മേക്കിംഗ് an angle theta with the vertical. Okay. Then the time period of this conical pendulum is അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇതുവരെ നമ്മൾ എല്ലാം ബേസിക് കൺവെൻഷണൽ രീതി വെച്ചിട്ട് പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? എക്സാമിന് നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ വന്നു. നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ട്രിക്ക് വെച്ച് ചെയ്തുകൂടെന്ന്. സിമ്പിൾ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നമുക്ക് ട്രിക്ക് വെച്ചിട്ട് ചെയ്യാം. ശരിയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസും നമുക്ക് വേണമെങ്കിൽ ട്രിക്ക് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ എന്തിനാണ് ട്രിക്ക് വെച്ചിട്ട് ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് മര്യാദയ്ക്ക് എഴുതിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ട്രിക്ക് വെച്ചിട്ട് ചെയ്യുന്നത്? നമ്മൾ ട്രിക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുക? നമുക്ക് മര്യാദയ്ക്ക് എഴുതി ചെയ്യാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആണെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുക. ശരിയല്ലേ? ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആണെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുക. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോർമൽ സർക്കുലർ മോഷൻ ആണോ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഞാൻ കാണിച്ചു തരാം. വീണ്ടും നമുക്ക് ഈ സാധനം എടുക്കാം. ഓക്കെ. സോ ഇതിനെല്ലാം √L/G എന്നുണ്ട്, G cos θ എന്നുണ്ട്. ഓക്കെ, G cos θ എന്നുണ്ട്. സോ 2-3 പേര് ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഓപ്ഷൻ സി തന്നെയാണോ കറക്റ്റ് എന്നുള്ളത്. നോക്കാം. സോ നോക്ക്. ഇത് ഫസ്റ്റ് എനിക്ക് വേണ്ടത് നിങ്ങൾ ഈ ഓപ്ഷൻ സി എന്ന് പറഞ്ഞവർ ട്രിക്ക് യൂസ് ചെയ്തായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ആൻസർ കിട്ടില്ല. സോ ട്രിക്ക് യൂസ് ചെയ്താണെങ്കിൽ നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ ഇത് ഏത് സെക്ഷനിലാണ് വരിക എന്നും കൂടി ഒന്ന് പറയാം. ഫ്ലോ ചാർട്ടിൽ ട്രിക്കിൽ ഏത് സെക്ഷനിലാണ് ഈ ക്വസ്റ്റ്യൻ വരിക എന്നും കൂടി ഒന്ന് പറയാം. തൽക്കാലം അതുവരെ നോക്കുക. ഇതാണൊരു സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ആടുന്നതാണ് എന്ത്?
നമ്മുടെ നോർമൽ ഓസിലേഷൻസ്. ഓക്കെ, ഇങ്ങനെ ആടുന്നതാണ് നമ്മുടെ നോർമൽ ഓസിലേഷൻസ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ആടുന്നതാണ് നമ്മൾ നോർമൽ ഓസിലേഷൻസ്. അപ്പോൾ ഈ നോർമൽ ഓസിലേഷൻ ടൈം പീരീഡും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നോർമൽ ഓസിലേഷൻ്റെ ടൈം പീരീഡും കാര്യങ്ങളും നമുക്കറിയാം. 2π√L/g ആണ് നമുക്കറിയാം അല്ലേ? 2π√L/g ആണ്. ഇനി ഇവർ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കറക്കുകയാണ്. ഓക്കെ, ഇതിനെ ഇങ്ങനെ കറക്കുകയാണ്. അപ്പം ഇതൊരു പെൻഡുലവും ആണ്. അത് കൂടാണ്ട് ഇവിടെ താഴെ ഇതൊരു സർക്കുലർ മോഷനും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താഴെ ഒരു സർക്കുലർ മോഷനും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ പറയുന്ന പേരാണ് കോണിക്കൽ പെൻഡുലം. പേര് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മോഷൻ. ഇനി മൂന്നാമത്തെ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് നോർമൽ സർക്കുലർ മോഷൻ, അതായത് ഫുൾ ഹൊറിസോണ്ടലായിട്ട് കറങ്ങുന്ന ഒരു സർക്കുലർ മോഷൻ. ഓക്കെ, ഫുള്ള് ഹൊറിസോണ്ടലായിട്ട് കറങ്ങുന്ന ഒരു സർക്കുലർ മോഷൻ. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് സിമ്പിൾ പെൻഡുലം. അതിൻ്റെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് വിൽ ബി 2π√L/g. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. നേരത്തെ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേർട്ടിക്കലാണ്, കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. ഓക്കെ, വേർട്ടിക്കലാണ്, കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. അടുത്തത് എന്താ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതോ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിൽ ഇത് കിടന്ന് കറങ്ങുകയാണ്. ഫാത്തിമ ഷെറി പറയുന്നുണ്ട് ജനറൽ ടു സ്പെഷ്യൽ കേസിൽ ആംഗിൾ ആണോ വേരിയബിൾ ആണോ? വെരി ഗുഡ്. ഇതാണ് എനിക്ക് വേണ്ടത്. നമ്മൾ ട്രിക്ക് പറയുമ്പോൾ നിങ്ങൾ ആ കറക്റ്റ് കാര്യം ഈ പറയുന്ന പോലെ. വെരി ഗുഡ് ഫാത്തിമ ഷെറി. അപ്പോൾ അതിലിനി ആംഗിൾ ആണോ വേരിയബിൾ ആണോ എന്ന് പറ. അപ്പോൾ കണ്ടില്ല എത്ര പെട്ടെന്ന് ആൻസർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ കണ്ടപ്പോഴേക്കും. ഓക്കെ, സോ ഇതൊരു ടഫ് ക്വസ്റ്റൻ ആണ്. ആ ടഫ് ക്വസ്റ്റൻ നിങ്ങൾക്ക് സെക്കൻഡ്സ് കൊണ്ട് ആൻസർ കിട്ടുന്നത്. ദാറ്റ്സ് വെരി ഗുഡ്. സോ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ അടുത്ത കേസിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ആ ആംഗിളിൽ കിടന്നിട്ടാണ് ഇത് കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലർ മോഷനും ഉണ്ട്, പെൻഡുലും ഉണ്ട്. ഓക്കെ, ഇനി നോക്കുക. സോ ഫസ്റ്റ് കേസ്, അപ്പം ഈ കോണിക്കൽ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഇത് ജസ്റ്റ് വരക്കുകയാണെങ്കിൽ നോർമലി സിമ്പിൾ പെൻഡുലം ആടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. കോണിക്കൽ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടാവും. പിന്നെ ഇത് മൊത്തത്തിൽ കിടന്ന് സർക്കുലർ മോഷനിലായിരിക്കും. ഓക്കെ, മൊത്തത്തിൽ ഇറ്റ് ഇൻവോൾവ്സ് സർക്കുലർ മോഷൻ. സോ ഇതാണ് ഒരു കോണിക്കൽ പെൻഡുലം ബേസിക്കലി. സോ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പം ഞാൻ ഇതിൽ ജനറൽ ടു സ്പെഷ്യൽ കേസ് എന്നുള്ള തിയറി അപ്ലൈ ചെയ്യാണ്. ഞാൻ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്പേഴ്സ് അല്ല. അപ്പോൾ എനിക്ക് എന്തോ ട്രിക്ക് യൂസ് ചെയ്യാം. ഇനി ട്രിക്കിൽ ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻ ഞാൻ ആ ഫ്ലോ ചാർട്ട് എങ്ങനെ പോകുന്ന പോലെ കേട്ടോ. ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, ആംഗിൾ. അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റൻ ചെയ്യുക. വെരി ഗുഡ്. സോ 2π √L/g. അപ്പോൾ 4ത്തിലും 2π√L/g ഉണ്ട്. 2π√L/g എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റിയ ഡയമെൻഷൻ എന്തിനാണ്? ടൈമിൻ്റെ ആണ്. അപ്പോൾ 4 ഡയമെൻഷൻ ടൈമിൻ്റെ ആണ്. ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പോകേണ്ട കാര്യങ്ങളാട്ടോ. അപ്പം ഡയമെൻഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. 4 ഡയമെൻഷനും ടൈമിൻ്റെ ആണ്. അടുത്തത് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇവിടെ എന്തുണ്ട്? ആംഗിൾസ് ഉണ്ടാകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ആംഗിൾസിന് 0 to 90 എന്നൊക്കെ കൊടുത്തു നോക്കാം. ആംഗിളിന് എന്ത് ചെയ്യാം? 0 to 90 എന്നൊക്കെ കൊടുത്തു നോക്കാം. ഞാൻ ഫസ്റ്റ് ആംഗിൾ 0 എന്ന് അസ്യൂം ചെയ്യാണ്. ആംഗിൾ 0 എന്ന് അസ്യൂം ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കറക്കുമ്പോഴായിരുന്നു ഇത് കോണിക്കൽ പെൻഡുലം. ആംഗിൾ 0 എന്ന് അസ്യൂം ചെയ്താൽ എന്തായി? സിമ്പിൾ പെൻഡുലായി. സിമ്പിൾ പെൻഡുലം ആയപ്പോൾ എനിക്ക് ആംഗിൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ആൻസർ കിട്ടണം? ആംഗിൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ആൻസർ കിട്ടണം? തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ടി ഈസ് ഈക്വൽ ടു 2π√L/g എന്ന് കിട്ടണം. അതാണ് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2π√L/g എന്ന് കിട്ടണം. ശരിയല്ലേ? ടി ഈസ് ഈക്വൽ ടു 2π√L/g എന്ന് കിട്ടണം. സോ ഞാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് കൊടുത്തു നോക്കുകയാണ്. ഫസ്റ്റത്തേൽ തീറ്റ തന്നെ ഇല്ലെങ്കിൽ എന്തായാലും തെറ്റാണ്. കാരണം എന്താ? ഇതൊരു കോണിക്കൽ പെൻഡുലാണ്, സിമ്പിൾ പെൻഡുലല്ല. കോണിക്കൽ പെൻഡുലാകുമ്പോൾ ഡെഫിനറ്റ്ലി വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ തീറ്റ. സോ ആൻസർ എ ഈസ് റോങ്. ഓപ്ഷൻ ബിയിൽ ഞാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ സൈൻ 0 എന്നാവും. സൈൻ 0 ഈസ് ഈക്വൽ ടു 0 എന്നാവുമ്പോൾ ഈ മൊത്തം ആൻസർ 0 എന്നാവും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സിയിൽ ഞാൻ കോസ് 0 തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 ഈസ് ഈക്വൽ ടു 1. സോ ഇവിടെ 2π√L/g എന്നാവാം. അപ്പോൾ ആൻസർ ക്യാൻ ബി സി. ഓപ്ഷൻ ഡിയോ? ഓപ്ഷൻ ഡി അഗെയിൻ 2π√L/g കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കോസ് 0 ഈസ് ഈക്വൽ ടു 1 ആവും. അഗെയിൻ 2π√L/g. അപ്പോൾ സിയും ആൻസർ ആവാം, ഡിയും ആൻസർ ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കൊടുത്തു. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് എന്തായി? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സിമ്പിൾ പെൻഡുലായിരുന്നു, പിന്നെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അതായത് ഇവിടെ ചെറിയൊരു ആംഗിൾ ഉണ്ട്, ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി ചെറിയൊരു ആംഗിൾ. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെയായി. എന്നിട്ട് ഇത് കിടന്ന് കറങ്ങാണ്. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ,
തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഇതിന് ഇനി ആക്ച്വലി ഒരു ടൈം പീരീഡ് ഉണ്ടോ? ഇതിന് ടൈം പീരീഡ് ഇല്ല. കാരണം ഇത് ഇപ്പോൾ ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യാണ്. വേർട്ടിക്കൽ മോഷനിൽ താഴെ കിടന്നാടുമ്പം ഇറ്റ് ഈസ് മോർ ലൈക്ക് എ പെൻഡുലം, സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ ടൈം പീരീഡ്. എത്രത്തോളം ഇതിൻ്റെ ആംഗിൾ കൂടുന്നോ ഇറ്റ് ഈസ് റിസംബിൾസ് ലെസ് ടു എ പെൻഡുലം. എത്രത്തോളം ഇതിൻ്റെ ആംഗിൾ കൂടുന്നോ ഇറ്റ് റിസംബിൾസ് ലെസ് ലൈക്ക് എ പെൻഡുലം. സോ ഈ ആംഗിൾ കൂടി 90 ആകുമ്പോഴേക്കും ഇതൊരു പെൻഡുലേ അല്ലാണ്ടായി. അപ്പോൾ ടൈം പീരീഡ് 0 ആവും. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓപ്ഷൻ സിയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. ഓപ്ഷൻ സിയിൽ ഞാൻ തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു. ഓപ്ഷൻ സിയിൽ തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു. തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തെങ്കിൽ ടൈം പീരീഡ് ഈക്വൽ 0 എന്ന് കിട്ടണം. അപ്പം 2π റൂട്ട് ഓഫ് എൽ കോസ് തീറ്റ ബൈ ജി. ഓക്കെ, അപ്പം തീറ്റ ഈസ് ഈക്വൽ 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോസ് 90 ഈസ് ഈക്വൽ 0 എന്നാവും, ഇത് 0 എന്ന് കിട്ടും. അപ്പം ഇറ്റ് ക്യാൻ ബി ദി ആൻസർ. ഓപ്ഷൻ ഡിയിൽ 2π റൂട്ട് എൽ ബൈ ജി കോസ് തീറ്റ, കോസ് 90 ഈസ് 0, കോസ് തീറ്റ ഈസ് അറ്റ് ദി ഡിനോമിനേറ്റർ. സോ ഇത് മൊത്തം എത്രയാവും? ഇൻഫിനിറ്റി എന്നാവും. ഇൻഫിനിറ്റ് ടൈം പീരീഡ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഈ കണ്ടീഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഒബ്ജക്റ്റ് താഴെ സിമ്പിൾ പെൻഡുലം ആയിട്ട് ആടുമ്പോൾ ഇറ്റ് റിസംബിൾസ് മോർ ലൈക്ക് എ സിമ്പിൾ പെൻഡുലം. ഇനി ഈ ആംഗിൾ കൂടി വന്ന് 90 ഡിഗ്രി ആകുമ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ആംഗിൾ കൂടി വന്ന് 90 ഡിഗ്രി ആകുമ്പോൾ ഒബ്ജക്റ്റ് എന്താവും? ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ സർക്കുലർ മോഷനിലാവും. സോ at the bottommost point it resembles like a pendulum, so it will be having a time period of 2π root L by G. 90 ഡിഗ്രി ആകുമ്പോൾ അതിനെന്താവും? അതൊരു സർക്കുലർ മോഷനായി. സോ ഇറ്റ് റിസംബിൾസ് വെരി ലെസ് ലൈക്ക് എ പെൻഡുലം ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് 0 ടൈം പീരിയഡ്. സോ ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി. സോ ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഡി തെറ്റാണെന്ന്. ഒന്ന് ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഇൻഫിനിറ്റ് ടൈം പീരീഡ് എന്തായാലും ഉണ്ടാകാൻ പാടില്ല, ശരിയല്ലേ? ഇൻഫിനിറ്റ് ടൈം പീരീഡ് എന്തായാലും ഉണ്ടാകാൻ പാടില്ല. ബാക്കി തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്താൽ നമുക്ക് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. സോ ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ ട്രിക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് മൊത്തം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കാൻ ടൈമാണ്. എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എ തീറ്റ ഇല്ല, ഒഴിവാക്കി. ഓപ്ഷൻ ബി സൈൻ തീറ്റയ്ക്ക് 0 എന്ന് കൊടുത്ത് ഞാൻ 2π റൂട്ട് എൽ ബൈ ജി കിട്ടണം, അതും ഒഴിവാക്കി. ഇനി സിയും ഡിയും ഞാൻ ഒന്നിന് 90 ഇട്ട് കൊടുത്ത് കാണിക്കണം, അപ്പോൾ ഒന്ന് ഇൻഫിനിറ്റി എന്ന് കിട്ടും, അപ്പോൾ തന്നെ ഓപ്ഷൻ ഒഴിവാക്കാം. സോ ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഈ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ശരിക്കും സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? പറ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? വേം പറ. എന്നാൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യൂസ്ഫുൾ ആണല്ലേ? നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഫാത്തിമ ഷെറി കറക്റ്റ് പറയുന്നുണ്ട്, അവൾ ആംഗിളുടെ കാര്യങ്ങൾ പറഞ്ഞു. സോ അങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിൽ എന്ത് പോകേണ്ടത്? ഫ്ലോ ചാർട്ടിൻ്റെ ഇത് പോകേണ്ടത്. ഓക്കെ, ഫ്ലോ ചാർട്ട് മനസ്സിൽ ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഒഴിവായിട്ട് പോകേണ്ടത് ഇങ്ങനെയാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് സർക്കുലർ മോഷനിൽ നമ്മൾ എങ്ങനെ ട്രിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചത്. ഓക്കെ, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പറയാൻ പറയുന്നുണ്ട്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, അതൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ, അത് പെട്ടെന്ന് പറഞ്ഞാൽ എ ഷെൽ ഇസ് ഫയർഡ് ഫ്രം എ ഗൺ വിത്ത് എ മസിൽ വെലോസിറ്റി u m/s at an angle 0 with the horizontal. At the top of the trajectory, the shell explodes into 2 fragments p and q of equal mass. If the speed of the fragment p immediately after explosion becomes 0, where does the center of the mass of the fragments hits the ground? അപ്പം ഇത് മുതൽ ഇതുവരെ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം വായിച്ചതിന് ഉത്തരം കിട്ടും. ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം വായിച്ചാൽ മതി. വേർ ഡസ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ഫ്രാഗ്മെൻറ്റ് ഹിറ്റ് ദി ഗ്രൗണ്ട്? സോ യു നോ ദാറ്റ് ഇൻ എനി എക്സ്പ്ലോഷൻ there is no external forces acting, and since there is no external force acting, there will be no change in പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കണ്ട. എക്സ്പ്ലോഷൻ ആണെങ്കിൽ പിന്നെന്താ? ഇൻറ്റേർണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇൻറ്റേർണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളെങ്കിൽ
ഇൻറ്റർണൽ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറില്ല. ഇൻറ്റർണൽ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറില്ല. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആ പ്രൊജക്റ്റൈൽ ആക്ച്വലി ഇഫ് ഇറ്റ് ഹാഡൻ ബീൻ എക്സ്പ്ലോഡഡ് ആ പ്രൊജക്റ്റൈൽ എവിടെയാണ് വന്ന് വീഴുക, അവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വന്ന് വീഴുക. അവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വന്ന് വീഴുക. ശരിയല്ലേ? അവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വന്ന് വീഴുക. ക്ലിയർ അല്ലേ? സോ ആ പ്രൊജക്റ്റൈൽ ആക്ച്വലി എവിടെയായിരിക്കും വന്ന് വീഴുക? ആ പ്രൊജക്റ്റൈൽ ആക്ച്വലി വന്ന് വീഴേണ്ടത് അതിൻ്റെ റേഞ്ചിലാണ്. പ്രൊജക്റ്റൈൽ ആക്ച്വലി വന്ന് വീഴേണ്ടത് അതിൻ്റെ റേഞ്ചിലാണ്. ഒരുപാട് പേര് ബി എന്ന് പറയുന്നുണ്ട്. സോ ഈ ക്വസ്റ്റനിൽ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഇന്റേണൽ ഫോഴ്സ് കനോട്ട് ചേഞ്ച് ദി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. Only external force can change the position of center of mass. All of you are saying B. Very good. Let's move on to the next question. This question okay. A uniform rod of length L is free to rotate in a vertical plane about a fixed horizontal axis through B. The rod begins rotating from rest. The angular velocity at an angle theta is given by. The angular velocity at an angle theta is given by. Rod. Rod. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇത് പറയാം, ട്രിക്സിൽ ഇത് ഏത് സെക്ഷനിലാണ് വരിക? 6ൽ ഏതാണ് സെക്ഷനിലാണ് വരിക നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? അഗെയിൻ ഇറ്റ് കംസ് അണ്ടർ ആംഗിൾ. അഗെയിൻ ഇറ്റ് കംസ് അണ്ടർ ആംഗിൾ. അഗെയിൻ ഇറ്റ് കംസ് അണ്ടർ ആംഗിൾ. ഓക്കെ, അഗെയിൻ ഇറ്റ് കംസ് അണ്ടർ ആംഗിൾ. സോ നോക്കുക, അപ്പം ഇതൊക്കെ നിങ്ങൾ കാര്യം ആലോചിച്ചോട്ടെ. ഇതെന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനിൽ മാത്രം ട്രിക്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മെക്കാനിക്സ് മൊത്തം അല്ലെങ്കിൽ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഓപ്ഷൻ നോക്കി നോക്കുക. റോഡ് മുകളിൽ നിന്ന് അതിനെ വീഴാൻ വേണ്ടിയിട്ട് വിടുകയാണ്. ഓക്കെ, റോഡിനെ നമ്മൾ മുകളിൽ നിന്ന് വീഴാൻ വേണ്ടിയിട്ട് വിടുകയാണ്. സോ അറ്റ് എനി ആംഗിൾ തീറ്റ. സോ ഈ ക്വസ്റ്റൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റൻ എന്താണ്, സിമ്പിൾ ക്വസ്റ്റൻ അല്ല. അപ്പോൾ ഇത് ടഫ് ക്വസ്റ്റനിൽ വരുന്നതാണ്. ടഫ് ക്വസ്റ്റനിൽ വരുന്നൊരു ക്വസ്റ്റൻ നമുക്ക് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ലാഭമാണ്. സോ നമ്മളിത് വീണ്ടും ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. സോ അറ്റ് എനി ആംഗിൾ തീറ്റ ഇവർ ചോദിച്ചിട്ടുള്ളത് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി റോഡാണ്. അറ്റ് എനി ആംഗിൾ തീറ്റ ആംഗുലർ വെലോസിറ്റി ഓഫ് ദി റോഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം അസ്യൂം ചെയ്യാണ് തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതായത് ഒബ്ജക്റ്റ് എവിടെയാണ്, പോയിന്റ് എയിലാണ്. സോ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ ആംഗുലർ വെലോസിറ്റി എത്രയായിരിക്കും, 0 ആയിരിക്കും. സോ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഷുഡ് ഗിവ് മീ ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 0 ഷുഡ് ഗിവ് മീ ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു 0. ഓപ്ഷനിൽ കൊടുത്ത് നോക്കാം. ഓപ്ഷൻ എ തീറ്റ ഈസ് ഈക്വൽ ടു 0 6gl ഇൻറ്റു സൈൻ തീറ്റ ബൈ 2. സൈൻ തീറ്റ ബൈ 2 പറഞ്ഞാൽ സൈൻ 0/2, ദാറ്റ് ഇസ് സൈൻ 0. സോ ഇറ്റ് ക്യാൻ ബി 0. സോ ഓപ്ഷൻ എ ക്യാൻ ബി കറക്റ്റ്. ഓപ്ഷൻ ബി 6gl ഇൻറ്റു കോസ് തീറ്റ ബൈ 2. കോസ് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0/2. കോസ് 0 ഇസ് 1. സോ ഇറ്റ് ഈസ് എ നോൺ സീറോ ആൻസർ. ഇത് റൂട്ട് 6gl എന്നാണ് കിട്ടുക. തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് എനിക്ക് കിട്ടേണ്ടത്. അതല്ല എനിക്ക് കിട്ടേണ്ടത്. എനിക്ക് ഒമേഗ ഈക്വൽ ടു 0 എന്ന് കിട്ടേണ്ടത്. സോ ഓപ്ഷൻ ബി ഈസ് റോങ്. ഇത് ബി ആട്ടോ. ഓപ്ഷൻ ബി ഈസ് റോങ്. അപ്പോൾ എനിക്ക് എന്തൊരു കാര്യം മനസ്സിലായി. ഓപ്ഷൻ സി, ഇവിടെ സൈൻ തീറ്റ ബൈ 2, ഇവിടെ സൈൻ തീറ്റ അഗെയിൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആവും. അപ്പോൾ ഓപ്ഷൻ സി ക്യാൻ ഓൾസോ ബി കറക്റ്റ്. ഓപ്ഷൻ ഡി കോസ് തീറ്റ, കോസ് 0 is 1. ഇറ്റ് അഗെയിൻ ഗിവ്സ് മീ റൂട്ട് 6gl. സോ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുമ്പോൾ നോൺ 0 കിട്ടുന്ന രണ്ട് ആൻസർ, തീറ്റ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നോൺ 0 കിട്ടുന്ന രണ്ട് ആൻസർ തെറ്റാന്ന് എനിക്ക് ഒറ്റടിക്ക് പറയാം. സോ ബി ഈസ് റോങ് ആൻഡ് ഡി ഈസ് റോങ്. അത്രയും മനസ്സിലായി. അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഒഴിവാക്കാൻ കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ അസ്യൂം ചെയ്യുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് മൊത്തമായിട്ട് ഇങ്ങോട്ട് വീണു. ദാറ്റ് മീൻസ് ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഒബ്ജക്റ്റ് മൊത്തമായിട്ട് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ദാറ്റ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. സോ 90 ഡിഗ്രി ആംഗിൾ വരുന്ന സമയം, ഓക്കെ, 90 ഡിഗ്രി ആംഗിൾ വരുന്ന സമയം ഈ ഒബ്ജക്റ്റിൻ്റെ ആംഗുലർ വെലോസിറ്റി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതെനിക്ക് ഓപ്ഷനിൽ കിട്ടണം. ശരിയല്ലേ? അപ്പോൾ 90 ഡിഗ്രി, അതായത് മൊത്തം ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന റോഡ് മൊത്തമായിട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന വെലോസിറ്റി കണ്ടെത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കിട്ടണം. അപ്പം തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഷുഡ് ഗീവ് മീ എന്തോ ഒരു ആൻസർ. അപ്പോൾ ആ ആൻസർ മാത്രം ഞാൻ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അതായത് ഒബ്ജക്റ്റ് മൊത്തമായിട്ട് വീഴുകയാണ്. അപ്പോൾ അസ്യൂം ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതല്ലേ മൊത്തം റോഡ്. ഈ മൊത്തം റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ നടുക്കലുണ്ടാവുക. ഈ നടുക്കെന്ന് പറയുമ്പോൾ L/2 ഡിസ്റ്റൻസിലല്ലേ? ആണ്, L/2 ഡിസ്റ്റൻസിലാണ്. സോ ഇതിൻ്റെ മൊത്തം പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മൊത്തം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാണ്? ഹിയർ ദി എച്ച് ഇസ് L/2. എന്തുകൊണ്ട് ഞാൻ L/2 എന്ന് എടുക്കുന്നു? പല കുട്ടികൾക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. എന്തുകൊണ്ട് ഞാൻ L/2 എന്ന് എടുക്കുന്നു? കുറച്ച് പേര് സി എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് എ എന്ന് പറയുന്നുണ്ട്. അവസാനം പറയുന്ന ആൾക്കാർ എ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ mg L/2. എന്തിനാണ് L/2 എന്ന് എടുത്തത്? ബിക്കോസ് ഇത് ഒരു പോയിന്റ് മാസ് അല്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഞാൻ L/2 എടുത്തു? ഇറ്റ് ഈസ് നോട്ട് എ പോയിന്റ് മാസ്. ഇറ്റ് ഈസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് അലോങ് എ റോഡ്. സോ ഐ നീഡ് ടു കൺസിഡർ ദി സെൻറ്റർ ഓഫ് മാസ്. സോ
ദി എൻറ്റയർ മാസ് ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് മാസ്. ഇതിൻ്റെ മൊത്തം മാസും സെൻറ്റർ ഓഫ് മാസിൽ കോൺസെൻട്രേറ്റഡ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ സെൻറ്റർ ഓഫ് മാസ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L/2. ദാറ്റ്സ് വൈ ഐ എം ടേക്കിംഗ് mg/L/2 വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേഷൻ മാത്രമാണ് നടക്കുന്നത്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദാറ്റ് മീൻസ് ഈ 2 പോയി ബാക്കി എന്താ ഉള്ളത്? mg/L/2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഇതൊരു റോഡാണ്. സോ റോഡ് ഈസ് എന്താ പറയുക, ഈ റോഡ് താഴോട്ട് വീഴാണ്. അപ്പോൾ എ ഫോളിംഗ് റോഡ് means that it is rotating about which axis? It is rotating about this point. That point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Moment of inertia of a rod passing through one of its edge. That is ml²/3. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാസിംഗ് ത്രൂ ദി സെൻറ്റർ ആണെങ്കിൽ ml²/12. പാസിംഗ് ത്രൂ ദി സെൻറ്റർ ആണെങ്കിൽ ml²/12. പാസിംഗ് ത്രൂ വൺ എഡ്ജ് ആണെങ്കിൽ ml²/3. സോ ഹാഫ് ഇൻറ്റു ml²/3 ഇൻറ്റു ഒമേഗ സ്ക്വയർ. എമ്മും പോയി. നമ്മൾ ഈ 2 കട്ട് ചെയ്തായിരുന്നു അല്ലേ? സാരമില്ല, നമുക്ക് 2 ഒന്നും കൂടി കട്ട് ചെയ്യാം. ബാക്കി ഈ എല്ലും L² പോയി. ബാക്കി എന്താ ഉള്ളത്? 3g/L is equal to √3g/L is equal to ഒമേഗ എന്ന് കിട്ടും. ഒരു സിമ്പിൾ കാൽക്കുലേഷൻ. ഓക്കെ, ജസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഫ്യൂസ് എനർജി യൂസ് ചെയ്തു. സിമ്പിൾ കാൽക്കുലേഷൻ. √3g/L is equal to ഒമേഗ എന്ന് യൂസ് ചെയ്തു, കിട്ടി. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗ ഈസ് ഈക്വൽ ടു √3g/L എന്ന് കിട്ടണം. ഓക്കെ, ഞാൻ ഓപ്ഷനിൽ കൊടുത്തു നോക്കുകയാണ്. ഓപ്ഷൻ എ ഉണ്ട് ബാക്കി, ഓപ്ഷൻ സി ഉണ്ട് ബാക്കി. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 എന്ന് ഞാൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. സോ ഓപ്ഷൻ എയിൽ തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ √6g/L ഇൻറ്റു sin θ/2 എന്ന് പറഞ്ഞാൽ sin 45. ദാറ്റ് മീൻസ് 1/√2 ഇവിടെ എഴുതുന്നു കേട്ടോ. ദാറ്റ് ഈസ് √6gL ഇൻറ്റു 1/√2. ഈ √2ഉം ഈ √6ഉം പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? √3gL എന്നുണ്ട്. അതല്ല എനിക്ക് കിട്ടേണ്ടത്. 3g/L കേട്ടോ. 3g/L √6g/L ഇൻറ്റു 16 sin θ/2 എന്നല്ലേ? ഓക്കെ, സോ 3g/L. അപ്പം sin 45 is equal to 1/√2. ഓക്കെ, sin 45 is equal to 1/√2. സോ 1/√2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ √2ഉം ഈ 6ഉം കട്ടായി പോയി ബാക്കി √3gL എന്നുണ്ട്. ആ √3g/L ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ √3g/L എനിക്ക് ഇവിടെ കിട്ടി. സോ ഓപ്ഷൻ എ ക്യാൻ ബി കറക്റ്റ്. ഓപ്ഷൻ സി ഒന്ന് നോക്കുക. ഓപ്ഷൻ സി എന്താ പറയുന്നത്? √6g/L ഇൻറ്റു sin θ ഈക്വൽ 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1. സോ ഇറ്റ് വിൽ ബിക്കം √6g/L ഇറ്റ് സെൽഫ്. അതാണ് എനിക്ക് കിട്ടേണ്ടത്. അതല്ല എനിക്ക് കിട്ടേണ്ടത് √3g/L എന്നാണ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. സോ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഓപ്ഷൻ എ കറക്റ്റ് ആണെന്ന്. ഒരുപാട് പേർക്ക് നേരത്തെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരും ആൻസർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അൻസിയാസി പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ഷെറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വെരി ഗുഡ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലും ഞാൻ എന്തൊക്കെയോ ഉപയോഗിച്ചില്ല എന്ന്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശരിക്കും എഴുതി ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യുക? നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് യൂസ് ചെയ്യുക. കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്ത് cos θ എന്നിട്ടൊരു L-R എന്നുള്ള ടേമൊക്കെ വന്നിട്ട് കുറച്ച് കഷ്ടപ്പെടാം. ഇവിടെ നേരെ മറിച്ച് നമ്മൾ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഇവിടെ കൺസർവേഷൻ ഓഫ് എനർജി സിമ്പിളായിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. റോഡ് ഇവിടെ ഉണ്ടായിരുന്നു, റോഡ് ഫോളോ ചെയ്ത് താഴെത്തി. അപ്പോൾ നമ്മൾ mg/L/2 പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. സോ ഇത് എഴുതി വരുമ്പം ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ടാസ്ക്. സോ അങ്ങനെ എഴുതി ചെയ്യുന്നതിന് പകരം ഒറ്റ സിമ്പിളായിട്ടുള്ള 2 അസംഷൻസ് നടത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസേഴ്സ് കിട്ടി. സോ ദി ആൻസർ ഈസ് എ. ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഇത് ശരിക്കും എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് സ്മൈൽ. ശരിക്കും എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ആംഗിൾ തീറ്റ എടുക്കുക. എന്നിട്ട് ഈ ലൈൻ മാർക്ക് ചെയ്യുക. അപ്പം ഈ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾക്ക് cos θക്ക് ഒരു വാല്യൂ എഴുതാം. കാരണം ഇതെല്ലാണ്. ഇത് h ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഇത് L-H ആണ്. എന്നിട്ട് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയും ഈ പോയിന്റിലെ കൈനറ്റിക് എനർജിയും ഈക്വറ്റ് ചെയ്യുക.
പോയിൻറ്റ് എയിലെയും പോയിൻറ്റ് എ ഡാഷിലെയും കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അത് അൻസി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്മൈൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളത്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളത്. അപ്പം അങ്ങനെ 2 പോയിന്റിലെയും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് നമ്മളൊരു ഹെമിസ്ഫിയറിൻ്റെ പുറത്തുനിന്ന് ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുന്ന ക്വസ്റ്റൻ ചെയ്തില്ലേ, അതുപോലത്തെ ക്വസ്റ്റനാണിത്. ഹെമിസ്ഫിയറിൻ്റെ പുറത്തുനിന്ന് ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റനാണ്. അപ്പോൾ അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലെത്തും. കുറച്ച് ലെങ്തി സ്റ്റെപ്പ് ആയിരിക്കും. എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. ആൻഡ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റൻ. വേഗം പറഞ്ഞോ നോക്കിയിട്ട്. The chord is bound around the circumference of a wheel of radius r. The axis of the wheel is horizontal and moment of inertia about it is I. A weight mg is attached to the end of the chord and falls from rest. After falling through a distance h, the angular velocity of the wheel will be. Angular velocity of the wheel will be. Angular velocity of the wheel will be. Angular velocity of the object will be. പെട്ടെന്ന് പറഞ്ഞോ. ഈ ക്വസ്റ്റൻ നോക്കുക. ഈ ക്വസ്റ്റൻ നമ്മൾ ട്രിക്സിൽ എവിടെ വരിക ഈ ക്വസ്റ്റൻ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എന്തിനാണ് വീണ്ടും ട്രിക്സ് കാണിച്ചു തരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് യു സെൻസിറ്റൈസ് ടു സച്ച് ക്വസ്റ്റൻസ്. നിങ്ങൾക്കൊരു ക്വസ്റ്റൻ കാണുമ്പോൾ അത് ട്രിക്സ് ഉപയോഗിച്ചിട്ട് അറ്റ്ലീസ്റ്റ് 2 ഓപ്ഷനെങ്കിലും ഒഴിവാക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് 2 ഓപ്ഷൻ. പല ക്വസ്റ്റനിലും ഒരുപാട് ക്വസ്റ്റനുകളിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ്, ഒരുപാട് ക്വസ്റ്റനുകളിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ തന്നെ ഒഴിവാക്കാൻ പറ്റും. 4ാമത്തെ ഓപ്ഷനിലോട്ട് ആൻസർ എത്താൻ പറ്റും. ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ട്രിക്ക് ഉപയോഗിച്ചിട്ട് 2 ക്വസ്റ്റൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻസ് കാണുമ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അവർ പറയുന്നുണ്ട് കോഡ് ഇസ് ബൗണ്ട് ഓൺ ദി സർക്കംഫറൻസ് ഓഫ് വീൽ ഓഫ് റേഡിയസ് ആർ. ഒരു വീൽ ഓഫ് റേഡിയസ് ആറിന് ചുറ്റും ഒരു കോഡ് ഉണ്ട്. അതിൻ്റെ പുറത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വെയിറ്റ് mg ഈ കോഡിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. After falling through a distance h, the angular velocity of the wheel will be. അതാണ് ക്വസ്റ്റ്യൻ. സോ ഇവർ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? that is angular velocity. So whatever be the final answer, it should have a dimension of angular velocity. ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എന്ത് കട്ട് ചെയ്യാം? ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. കാരണം ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? ദറ്റ് ഈസ് √2gh. √2gh എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു. v = √2gh എന്ന് പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഓപ്ഷൻ √2gh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്തിൻ്റെയാണ്? വെലോസിറ്റിൻ്റെയാണ്. നമുക്ക് വേണ്ട ഡയമെൻഷൻ എന്തിൻ്റെയാണ്? ആംഗുലർ വെലോസിറ്റിൻ്റെയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് റോങ്. അവിടെ നിന്ന് തന്നെ പറയാം. ഇനി നമ്മൾ ഡയമെൻഷൻ പറഞ്ഞതിൽ ട്രിക്സ് പറഞ്ഞതിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഡയമെൻഷൻ ആണിതെങ്കിൽ അത് നമ്പേഴ്സ് അല്ല, 4 ഓപ്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 കണ്ടീഷൻ. 1 ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇസ് ചേഞ്ചിങ്, 2 പവേഴ്സ് ആർ ചേഞ്ചിങ്, 3 ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ആർ ആഡഡ്. സോ ഡയമെൻഷൻ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട് പലരും. സോ ഇഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ആർ ആഡഡ്, I is equal to mr² ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മളെ പുതിയ അറിവ് പ്രകാരം I is equal to ബീറ്റ mr² ആണെന്ന് നമുക്കറിയാം. പക്ഷേ ബീറ്റ ഒരു നമ്പറാണ്, ബീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. ദാറ്റ് മീൻസ് I and mr² has similar dimension. And quantities with similar dimension can only be added. That means I and mr² can be added. Okay, options നോക്കുക. ഓപ്ഷൻ എ 2gh/i plus mr. ഐനെയും mr-നെയും ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഐൻ്റെയും mr-ൻ്റെ ഡയമെൻഷൻ ഡിഫറൻ്റ് ആണ്. ഐൻ്റെയും mr² ഡയമെൻഷൻ മാത്രമേ സെയിം ഉള്ളൂ. ഓപ്ഷൻ എ ഇസ് റോങ്. ഓപ്ഷൻ ബി ഓക്കെ 2mgh/i plus mr². I and mr² are same dimension and hence they can be added. Option B can be correct. Option C 2mgh/i plus 2m. ഐയും 2m ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഐയും mr² ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഐയും എമ്മും 2mr² ആഡ് ചെയ്യാം. ബട്ട് ഐയും 2m ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐൻ്റെ കൂടെ മാത്രം ആരെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? mr² മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. ഏതാ ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഇനി ഇതല്ലാണ്ട് ഇനിയും ഒരുപാട് റൊട്ടേഷണൽ ട്രിക്സിൻ്റെ ക്വസ്റ്റൻ ഉണ്ട്. അത് ഞാൻ മുമ്പത്തെ സെഷനിലൊക്കെ ട്രിക്സ് ഉപയോഗിച്ചിട്ട് റൊട്ടേഷണൽ സെഷനിലേക്ക് കാണിച്ചതുകൊണ്ടാണ് ഇപ്രാവശ്യമായി കാണിക്കാഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം മുമ്പ് നമ്മൾ ചെയ്ത ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന. സോ മൊത്തം മെക്കാനിക്സിൽ. സോ ഇതും നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതും നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് തന്നെ ചെയ്യാം. എന്ത്? ആ ഫോളോ ചെയ്യുന്ന ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് mgh is equal to 12mv² plus 12 i⍵² എന്ന് കൊടുക്കും.
ഹാഫ് എം വി സ്ക്വയർ രണ്ട് ഇതില്ലേ കൈനറ്റിക് എനർജി ഉണ്ടല്ലേ, ഹാഫ് എം വി സ്ക്വയർ ഉണ്ട്, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഉണ്ട്. സോ എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കും. അവിടുന്ന് സോൾവ് ചെയ്ത് തന്നാൽ ഈ ആൻസർ കിട്ടും. പക്ഷേ അതിനേക്കാൾ സുഖം ഓപ്ഷൻ നോക്കിയിട്ട് ഒറ്റയടിക്ക് കട്ട് ചെയ്യാം, ഡി നേരെ നോക്കിയിട്ട് കട്ട് ചെയ്യാം. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യക്ക് അതിനോട് സെയിം ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യനെ അതിൻ്റെ സെയിം ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ ആൻഡ് എം ആർ സ്ക്വയർ ക്യാൻ ഓൺലി ബി ആഡഡ്. ഐ ആൻഡ് എം ആർ സ്ക്വയർ ക്യാൻ ഓൺലി ബി ആഡഡ്. ഐയും എം ആർ സ്ക്വയറും മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായി ഇനി നിങ്ങൾ പറ, അതായത് ഈ ട്രിക്സ് ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല സെഷനുകളായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണിച്ചു. പല സെഷനിലായിട്ട് സവാദൻ 50 പീപ്പിൾ ചോദിക്കുന്നുണ്ട് കോഡെന്ന് വെച്ചാൽ എന്താണ്? കോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇതാണ് ആ സർക്കിൾ എന്ന് വിചാരിക്കുക. ആ സർക്കിളിന് ചുറ്റും ഒരു വയർ പോലത്തെ സാധനമുണ്ട്, ഒരു വയർ പോലത്തെ സാധനമുണ്ട്. ദാറ്റ് ഇസ് ടു കീപ് ദറ്റ് മാർക്സ് ഫിക്സ്ഡ്. അത്രേ ഉള്ളൂ. ആ മാസിനോട് ഫിക്സ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ആ മാസിനോട് ഫിക്സ് ആക്കിയിട്ട് വെക്കാനുള്ള സാധനം മാത്രമാണ്. ഓക്കെ, എനിക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടേ? എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എനിക്ക് മാത്രമുള്ളതാണോ ബാക്കി സാർമാർക്ക് ഉണ്ടോ ആ പ്രശ്നം എനിക്കറിയില്ല. എനിക്ക് ഈ ക്യാമറയിലോട്ട് കറക്റ്റ് നോക്കുമ്പോൾ കഴുത്ത് ഭയങ്കര വേദനയാവും. കഴുത്ത് ഇപ്പോൾ 1.5 മണിക്കൂർ കണ്ടിന്യൂ സെഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ കഴുത്ത് കുറച്ച് വേദനയാവും. ഓക്കെ, സോ അതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. സോ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ ആർക്ക് സച്ചു കെ അജിത്ത് NCERT മാത്രം പഠിച്ചാൽ മതി 700+ ഇത് കിട്ടാൻ. അതായത് ബയോളജി നിങ്ങൾ NCERT മാത്രം പഠിച്ചാൽ മതി. ബയോളജി നിങ്ങൾ NCERT മാത്രം പഠിച്ചാൽ മതി. NCERT അരച്ച് കലക്കി കുടിക്കണം. അതായത് NCERTയിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണം. NCERT ഈസ് വെരി ഗുഡ് ബുക്ക്. ഓക്കെ, NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് ബയോളജി നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ അതിനകത്ത് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിൽ ഏത് സെൻറ്റൻസും ക്വസ്റ്റ്യൻ ആവാം. പക്ഷേ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾ NCERT മൊത്തം പഠിച്ചതുകൊണ്ട് നിങ്ങൾ അതിൽ എക്സൽ ചെയ്യാൻ പറ്റില്ല. NCERT മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, NCERT ഈസ് എ വെരി വെൽ റിട്ടൺ ബുക്ക്. NCERTയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, NCERTയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, NCERTയിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഫിസിക്സിലൊക്കെ അറിയേണ്ട എല്ലാത്തിലോടുള്ള ഇൻട്രഡക്ഷൻ ഉണ്ട്. മോഡേൺ ഫിസിക്സ് ആയിക്കോട്ടെ, ഒപ്റ്റിക്സ് ആയിക്കോട്ടെ, എല്ലാത്തിലോടുള്ള ബേസിക് ഇൻട്രഡക്ഷൻ. അതായത് ഒരു +1 +2 കുട്ടി ഫിസിക്സിൽ ലോകത്ത് ഇന്ന കാര്യങ്ങളാണ് നടക്കേണ്ടതെന്ന് അറിയേണ്ട ഒരാൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും NCERTയിലുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ സോൾവിങ്ങിന് നിങ്ങളത് മൊത്തം വായിച്ചിട്ട് അതിൽ ഓരോ സെൻറ്റൻസ് മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാളും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ പ്രോബ്ലം സോൾവിങ്ങിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന് നിങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തരും. നിങ്ങൾക്ക് യു ക്യാൻ സോൾവ് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, കെമിസ്ട്രിയും ബയോളജി എക്സ്ക്ലൂസീവ്ലി NCERT, ഫിസിക്സ് ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ NCERT വായിക്കേണ്ടവർക്ക് വായിക്കുക. NCERT വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല കോൺസെപ്റ്റ് ആവും. പക്ഷേ NCERT വായിക്കുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിനാണ് ക്വസ്റ്റ്യൻ സോൾവിങ് ആൻഡ് കോൺസെപ്റ്റ്സിനാണ്. ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. NCERT വായിച്ചാൽ നല്ല കോൺസെപ്റ്റ് കിട്ടും, അതിലും തെറ്റൊന്നുമില്ല. കെമിസ്ട്രി നിങ്ങൾക്ക് എന്താ പറയാം, ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു സംഭവമാണ് കെമിസ്ട്രി എന്ന് പറയാം. അതായത് 90% NCERT പ്ലസ് യുവർ പ്രാക്ടീസ്. ഓക്കെ, 90% NCERT പ്ലസ് യുവർ പ്രാക്ടീസ്. അതാണ് കെമിസ്ട്രിയിൽ ഡിഫറൻസ് വരാം. ഓക്കെ, അതാണ് കെമിസ്ട്രിയിൽ ഡിഫറൻസ് വരാം. ഓക്കെ, വോളിനി സ്പ്രേ ബെസ്റ്റാണ്. വോളിനി വെക്കണം. നിങ്ങൾക്ക് എല്ലാ ക്ലാസ് കഴിയുമ്പോൾ ഈ പ്രശ്നം വരുന്നുണ്ട്. അവസാനം ആകുമ്പോഴേക്കും കഴുത്ത് ഒരു സൈഡിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് വേദന വരുന്നുണ്ട്. ഇനി മുതൽ വോളിനി വെക്കാം. ഇനി ലൈവിൽ വരുമെന്നോ? ഇനി ലൈവിൽ നമുക്ക് വേണമെങ്കിൽ വരാം. നിങ്ങളുടെ ആഗ്രഹം പോലെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ലൈവ് സെഷൻ വെക്കാം. ഓക്കെ, വേണമെങ്കിൽ ലൈവ് സെഷൻ വെക്കാം. ആസ് യു വിഷ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് റൊട്ടേഷനും സർക്കുലർ മോഷനും ഒരു ജനറൽ ഐഡിയ ആക്കുകയാണെന്നുള്ളതാണ്. സോ ഹൗ വാസ് സെഷൻ ഗൈസ്? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? നമ്മൾ ആ ടേബിൾ വരച്ചു അല്ലേ? ആ ടേബിൾ അതാണ് ടേക്ക് ഹോം മെസ്സേജ് കേട്ടോ. നമ്മളെ മൊത്തം മെക്കാനിക്സ്, അത് റൊട്ടേഷനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. മൊത്തം മെക്കാനിക്സ് ആണെങ്കിൽ നമ്മൾ ഈ ടേബിളിലെ ഈ ടേബിൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. വീണ്ടും ഞാൻ പറയാം, കാണാപ്പാഠം പഠിക്കരുത്. ഫിസിക്സ് മൊത്തത്തിൽ കാണാപ്പാഠം പഠിക്കരുത്. ഓക്കെ, ഫിസിക്സ് മൊത്തത്തിൽ എന്ത് ചെയ്യരുത്? കാണാപ്പാഠം പഠിക്കരുത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, സോ
ഇതാണ് നമ്മുടെ ഒരു ബേസിക് സർക്കുലർ മോഷനും റൊട്ടേഷൻ്റെയും കാര്യം. ഇനിയും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഫിസിക്സ് അങ്ങനെ മാത്രം പഠിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു എന്ത് ഫിസിക്സ് ആയാലും അതുപോലെ തന്നെ ബയോളജി ആയാലും നിങ്ങൾ ഏത് കാര്യം പഠിക്കുമ്പോൾ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ബയോളജിയിലൊരു എക്സാമ്പിൾ എടുക്കുക, കൗണ്ടർ കറണ്ട് അല്ലേ, കൗണ്ടർ കറണ്ട്. അപ്പോൾ കൗണ്ടർ കറണ്ടിൽ എന്താ സംഭവിക്കുന്നത്, കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ ഉണ്ട്, കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ചർ ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കൗണ്ടർ കറണ്ട് എന്തിനായിരിക്കും നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ. നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്താ, മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറിലി മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ് അല്ലേ. എവല്യൂഷൻ നടന്നിട്ട് മോസ്റ്റ് അഡ്വാൻസ് സ്റ്റേറ്റിലെത്തിയ ആൾക്കാരാണ് നമ്മൾ മനുഷ്യന്മാർ, ശരിയല്ലേ. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ദാറ്റ് ഹാസ് ഗോട്ട് എ റീസൺ. ഓക്കെ, ഡെഫിനറ്റ്ലി ദാറ്റ് ഹാസ് ഗോട്ട് എ റീസൺ. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ബയോളജി പഠിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുക. നമ്മൾ മനുഷ്യന്മാരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യനെ മനുഷ്യന്മാർക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു മെക്കാനിസം ആയിരിക്കും. ഇപ്പോൾ കൗണ്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡുലറി ഇൻട്രസ്റ്റീഷ്യ ഉണ്ട്. അപ്പോൾ ഈ മെഡുലറി ഇൻട്രസ്റ്റീഷ്യത്തിലെ ഓസ്മോളാരിറ്റി 300 മുതൽ 1200 വരെ എത്തും. അപ്പോൾ ഈ മെഡുലറി ഇൻട്രസ്റ്റീഷ്യത്തിലെ ഓസ്മോളാരിറ്റി 300 മുതൽ 1200 വരെ എത്തുന്നതുകൊണ്ട് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയിലൂടെ യൂറിൻ ഫ്ലോ ചെയ്യുമ്പം ആ ഗ്രേഡിയൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഉള്ള കാരണം കൊണ്ട് എന്താവാം, നമുക്ക് യൂറിൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, യൂറിൻ എന്ത് ചെയ്യാം, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ എക്സ്ക്രീഷൻ കുറക്കാം, ശരിയല്ലേ, വാട്ടർ എക്സ്ക്രീഷൻ കുറക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൗണ്ടർ കറണ്ട് എന്നുള്ള സിസ്റ്റം ഉള്ളത്. കൗണ്ടർ കറണ്ട് എന്നുള്ള സിസ്റ്റം. അങ്ങനെ നമ്മൾ ബയോളജിയിലായാലും ഏതിലായാലും പഠിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. ആ കാരണം പഠിക്കുക. ഓക്കെ, ജീവിതത്തിൽ മൊത്തത്തിൽ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസാണ്. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ കാരണം വെച്ച് പഠിക്കുക. ദറ്റ് വിൽ മേക്ക് യു റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ്ങർ ടൈം. ഓക്കെ, ദറ്റ് വിൽ മേക്ക് യു റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ്ങർ ടൈം. സോ ഐ ഹോപ്പ് ബൈ ദിസ് വി ക്യാൻ വൈൻഡ് അപ്പ്. എത്രയായി സമയം? 10 മണിയായി. സോ ഐ ഹോപ്പ് വി ക്യാൻ വൈൻഡ് അപ്പ്. സോ നമുക്ക് ഫ്യൂച്ചറിൽ മീറ്റ് ചെയ്യാം. ഇനിയും നീറ്റിന് എത്ര ദിവസം ഉണ്ട്? നീറ്റിന് ഇന്നത്ര 20-ാം തീയതി അല്ലേ. ഇനിയും നീറ്റിന് ഓൾമോസ്റ്റ് 20+ ഡേയ്സ് ഉണ്ട്. ഓക്കെ, നീറ്റിന് ആഷിഖ് സർ പറഞ്ഞു കൊടുക്കുന്നു. ആഷിഖ് സർ കൗണ്ടർ കറണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. കൗണ്ടർ കറണ്ടൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുപോലെ ഓരോ കേസിലും ഒരു ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ഒരു ഇമ്പൾസ് പോകുന്നതിന് അല്ലെങ്കിൽ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതിന് അല്ലേ, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഏതൊരു മെക്കാനിസം ആണെങ്കിലും മനുഷ്യന്മാർ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട്, എവല്യൂഷണറിലി മനുഷ്യന്മാർ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ദർ ഹാസ് ഗോട്ട് സം റീസൺ. അപ്പോൾ അങ്ങനെ സർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്ര സ്കോർ ആയിരുന്നു? എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് സ്കോറ് എനിക്ക് ഓർമ്മ, എനിക്ക് ആ ഫസ്റ്റ് ആൻസർ ആയിരുന്നു കയറിയത്. സ്കോറ് അന്ന് കീമല്ലേ, സ്കോറ് 905 ആയിരുന്നു തോന്നുന്നു. 905 ആയിരുന്നു എൻ്റെ സ്കോറ്. ഓക്കെ, സോ നമുക്ക് നിർത്താം അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുമില്ലല്ലോ. ലൈവിൽ നമുക്ക് ഇനിയും വരാം, ലൈവിൽ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് അല്ലേ. ആർക്കും ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇനി ഫ്യൂച്ചർ സെഷനിൽ മീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ബൈ. വേറെ ഒന്നുമില്ലല്ലോ, ബൈ. നമുക്ക് ഫ്യൂച്ചർ വേറെ ഏതെങ്കിലും സെഷനിൽ മീറ്റ് ചെയ്യാം അല്ലേ. ഡേറ്റ് മാറ്റാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല. ഡേറ്റിൻ്റെ കാര്യം അത്ര അപ്ഡേറ്റഡ് അല്ല, എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് ആഷിഖാനോടൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ വരുന്ന ആൾക്കാരോട് പറഞ്ഞുതരാം. എനിക്ക് നീറ്റ് ഡേറ്റ് മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഇതില്ല. ഓക്കെ, സോ ബൈ. നീറ്റിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഫോർ ദ ടൈം ബീങ് ബൈ. ഓക്കെ ഗൈസ്, ബൈ. ഗുഡ് നൈറ്റ് എവരിവൺ.